Supreme Court very strongly said every woman should write a will in India. എല്ലാ സ്ത്രീകളും വില്ല് എഴുതണം. വളരെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസറ്റ് പോർട്ട്ഫോളിയോ ലൈക്ക് യു പീപ്പിൾ ഓൾസോ ബി വെരി ഇൻഫ്ലുവൻസേഴ്സ് സോ മെനി ഇൻഫ്ലുവൻസേഴ്സ് ആർ ഇൻ ദ കൺട്രി ആൻഡ് ദർ സോഴ്സ് ഓഫ് ഇൻകം ഈസ് ബേസിക്കലി ദ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. മാരേജ് ചെയ്തു, ഡൈവേഴ്സ് ഈസ് ഇൻ ദ പ്രോസസ്, സ്റ്റിൽ യു കണ്ടിന്യൂ ടു ഹാവ് എ ലിവിങ് റിലേഷൻഷിപ്പ്. മറ്റേ ഡൈവേഴ്സ് കിട്ടിയിട്ടുണ്ടാവില്ല, ബട്ട് ദ പേഴ്സൺ കണ്ടിന്യൂ ടു ഹാവ് എ ലിവിങ് റിലേഷൻഷിപ്പ്. ഇപ്പോൾ എന്തെങ്കിലും സംതിങ് ഹാപ്പൻ, ലീഗൽ വൈഫ് കേസ് നടക്കുന്ന വൈഫ് തന്നെയാണ്. സംടൈംസ് ഇറ്റ്സ് നോട്ട് വെൽത്ത്, ഇറ്റ് ഈസ് നോട്ട് അസെറ്റ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മെസ്സാണ് ഫാമിലി കൊടുത്തിട്ട് പോകുന്നത്. ദിസ് ട്രസ്റ്റ് വിൽ ടേക്ക് കെയർ ഓഫ് ഹർ. കാരണം ഷീ ഗെറ്റ് എ ഫീൽ വന്നിട്ട് എനിക്കിതിൻ്റെ ബെനിഫിറ്റും കിട്ടുന്നുണ്ട്, ടൈറ്റിലും പ്രൊട്ടക്റ്റഡ് ആണ്, നോ ബഡി വിൽ ടച്ച് ദ പ്രോപ്പർട്ടി. അപ്പോൾ ഈ മകൾ പറയുന്ന ഒരു എന്താ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഏറ്റവും ഇഷ്ടം തന്നെയായിരുന്നു, 5 കോടി എനിക്ക് അച്ഛൻ ഗിഫ്റ്റായിട്ട് തന്നതാണ്. പല ആൾക്കാരുടെ തെറ്റിദ്ധാരണ ഇതൊരു റിലീജിയസ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നതാണ്. അമ്പലമാണ്, പള്ളിയാണ്, വഖഫാണ്, ഇതൊന്നുമല്ല. ദ മൊമെൻറ്റ് യു ഗെറ്റ് ദ കൺസെൻറ്റ് ഫ്രം ദ ഐ എം സെയിങ് ദ അക്നോളജ്മെൻറ്റ് ഫ്രം ദ കോർട്ട് ബൈ സെയിങ് വി വെരിഫൈഡ് ദ വിറ്റ്നസ്, വി വെരിഫൈഡ് ഹിസ് സൗണ്ട് മൈൻഡ് ആൻഡ് ഓൾ ദോസ് തിങ്സ് അതർ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഫാക്ട്സും ഫിറ്റാകുന്ന ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ദെൻ ഇറ്റ്സ് എ പവർഫുൾ ഡോക്യുമെൻറ്റ്. പിന്നെ ഒന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല, പിന്നെ ആർക്കും ഒന്നും ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. ഹലോ ആൻഡ് വെൽക്കം എവറിബഡി ടു ദ ഷോ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ള ഗസ്റ്റ് നമ്മൾ റീവിസിറ്റ് ചെയ്യാണ് CA ശ്രീജിത്ത് കുനിയിൽ. അദ്ദേഹം ഇതിനു മുമ്പ് നമ്മുടെ ഷോയിൽ വന്നിട്ടുണ്ട് ആൻഡ് വി ടോക്ഡ് അബൌട്ട് വിൽസ്, റൈറ്റ്സ്, സക്സഷൻ, പ്രോപ്പർട്ടി പ്ലാനിങ്, അസറ്റ് മാനേജ്മെൻറ്റ് എല്ലാം. He is the founder of True Legacy and welcome to our show. Thank you. നമ്മൾ അന്ന് എപ്പിസോഡ് ചെയ്തപ്പോൾ ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരുന്നു. ഇതിനു മുമ്പുള്ള യൂട്യൂബ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കോമെന്റ് സെക്ഷനിൽ നിറയെ ക്വയറീസ് ആണ്. സോ വി വിൽ ഡൈവ് റൈറ്റ് ഇൻ ടു ദ ടോപ്പിക്. വി വിൽ സ്റ്റാർട്ട് വിത്ത് വിൽ ഒളി. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, വാട്ട് ഈസ് എ വിൽ? നമുക്ക് അവിടെ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം ശ്രീജിത്ത്. Then we'll get into the updates and the developments. Will is a simple legal declaration. അപ്പം ഒരു വ്യക്തി മരണത്തിന് മുമ്പ് അദ്ദേഹം എഴുതി വെക്കുകയാണ് എൻ്റെ പ്രോപ്പർട്ടി ആർക്കൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കണം എന്നതിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റൻഷൻ. ഇറ്റ്സ് എ ലീഗൽ ഡിക്ലറേഷൻ. നല്ല ബോധമുള്ള സമയത്ത് എഴുതുന്നതാണ് വില്ല്. ഓക്കെ, പിന്നീട് ആ ലീഗൽ ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ് നാളെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അത് അവരുടെ ഇന്റേണലി അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ലീഗൽ ഏസ്. ഓക്കെ, ട്രസ്റ്റ് എന്താണ്? ട്രസ്റ്റ് ഈസ് ബേസിക്കലി എൻ ഒബ്ലിഗേഷൻ. ഓക്കെ, ട്രസ്റ്റ് ഈസ് നോട്ട് എ കമ്പനി. അത് എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ, ട്രസ്റ്റ് ഈസ് നോട്ട് എ കമ്പനി. ട്രസ്റ്റ് ഈസ് എൻ ഒബ്ലിഗേഷൻ. ഫോർ എക്സാമ്പിൾ, എനിക്ക് പ്രോപ്പർട്ടി ഉണ്ട്, എൻ്റെ പ്രോപ്പർട്ടി ഐ എം ജസ്റ്റ് അസ്യൂമിങ് വന്നിട്ട് യു ആർ മൈ ട്രസ്റ്റി. I am actually giving back to that property to my trustee. Okay, and maybe this is my property, I am handing over to you, take care of this particular property and income, the benefit from this property you hand over to my family members. Okay, എൻ്റെ വൈഫിനും എൻ്റെ മകനും അത് കൊടുക്കണമെന്ന് ഞാൻ ഏൽപ്പിക്കുന്നു. So you are a trustee, I am a settler, my family is my beneficiary. Okay, so there is no legal setup as it is, but it's a obligation, you are accepting it. അപ്പോൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി പോലെ തന്നെ നമുക്ക് നോക്കാം. ഒരാൾ അത് റൺ ചെയ്യുവാണ്. ലിറ്ററലി വന്നിട്ട് കമ്പനിയിൽ ഡയറക്ടർ ഉണ്ടാകും, ട്രസ്റ്റിക്ക് വന്നിട്ട് ഒരു ട്രസ്റ്റി ഉണ്ടാവും. ഈ ബില്ല് ചാലഞ്ച് ചെയ്യുന്നതാണ് ഏറ്റവും അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്ന ഫാമിലീസിനെ. വാട്ട് ഹാപ്പൻസ് ഒരു ബില്ല് എഴുതിയിട്ടില്ലെങ്കിൽ? വാട്ട് ഹാപ്പൻസ് ടു ഫാമിലീസ്? എന്തൊക്കെ തലത്തിലാണ് അതൊരു ഫാമിലീസിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നത് ഇൻ യുവർ പേഴ്സണൽ എക്സ്പീരിയൻസ്? ബില്ല് ആരും എഴുതാറില്ല, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ടോപ്പിക്. ബില്ല് എഴുതണമെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ ആരും എഴുതാറില്ല. നമ്മൾ എന്തുകൊണ്ട് എഴുതുന്നില്ല എന്ന് നമുക്കൊന്നും കൂടി ഡിസ്കസ് ചെയ്യാം. പിന്നെ ബില്ല് എഴുതിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ലാസ്റ്റ് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഇൻഹെറിറ്റൻസ് ആക്ട് ഉണ്ട്, സക്സഷൻ ലോ ഉണ്ട്. ഫോർ എ ഹിന്ദു സക്സഷൻ ആക്ട്, ഫോർ എ ക്രിസ്ത്യൻ ഇന്ത്യൻ സക്സഷൻ ആക്ട്, മുസ്ലിം യു ഹാവ് എ ഷരിയ ലോ. സോ ഈ പറയുന്ന റിലീജിയൻ ആക്ട് പ്രകാരം, സക്സഷൻ ലോ പ്രകാരം, അതാത് ലോ പ്രകാരമാണ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് വെൻ യു ഡോണ്ട് ഹാവ് എ വിൽ. അപ്പോൾ വില്ല് എഴുതിയിട്ടില്ലെങ്കിൽ ഒരാളുടെ മരണത്തിന് പറയുന്നത് ഇൻറ്റർസ്റ്റേറ്റ് ഡെത്ത് എന്നാണ്. ഐ തിങ്ക് വി ഡിസ്കസ് ലാസ്റ്റ് ടൈം. ഇൻറ്റർസ്റ്റേറ്റ് ഡെത്ത്, വില്ല് എഴുതാതെ മരിക്കുന്ന ഒരാൾ. 90% പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ് ഓൾമോസ്റ്റ്. കാരണം ആരും വില്ല് എഴുതിയിട്ടല്ല പോകുന്നത്, വില്ല് എഴുതാതെയാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ വില്ല് എഴുതാതെ പോകുന്നത് കൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുന്നത് ഇൻഹെറിറ്റൻസ് ലോ പ്രകാരമാണ്. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ കോംപ്ലക്സിറ്റി ഉണ്ടാകാം, പെൺകുട്ടികൾ മാത്രം ഉണ്ടാവാം, സുഖമില്ലാത്ത കുട്ടികളുണ്ടാകാം, സ്പെഷ്യൽ നീഡ് ചൈൽഡ്ഹുഡ് ഉണ്ടാവാം, കുട്ടികളില്ലാത്തവരുണ്ടാകാം. ഓക്കെ, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടായിട്ട് അവിടെ ഇടയിൽ പേഴ്സണാലിറ്റി വൈസ് കോമ്പിറ്റൻസി ഉള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം
കോമ്പിറ്റൻസി എന്ന് പറഞ്ഞത് നല്ല സ്വഭാവം ഉണ്ടാവും, മോശ സ്വഭാവം ഉണ്ടാവും. അപ്പോൾ അവിടെ വന്നിട്ട് ചിലപ്പം ഒരാൾ നമ്മളെ വില്ലിനെ ചാലഞ്ച് ചെയ്യാം. വില്ലിനെ ചാലഞ്ച് ചെയ്യുന്നത് പുറത്തുള്ള ഒരാളല്ല, നമ്മുടെ വില്ലിനെ ചാലഞ്ച് ചെയ്യുന്നത് നമ്മുടെ മക്കളാണ്. നോട്ട് യുവർ നെയ്ബർ നെവർ ചാലഞ്ച് യുവർ വിൽ, നോ, യുവർ ചിൽഡ്രൻ ഓൺലി വിൽ ചാലഞ്ച്. വെദർ യുവർ ചിൽഡ്രൻ വിൽ ചാലഞ്ച് ഓർ നോട്ട് ഈസ് എ ക്വസ്റ്റ്യൻ. അറ്റ് ദിസ് സ്റ്റേജ് എവറി ഫാദർ ബിലീവ് മൈ ചിൽഡ്രൻ നെവർ ചാലഞ്ച്. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു ഫാദർ ഉള്ള സമയത്ത് ദ ഫാമിലിയുടെ കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിഫറെൻറ്റ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫാദർ ഇല്ലെങ്കിൽ ദ ഹോൾ കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിഫറെൻറ്റ്. ടോൺ ഈസ് ഡിഫറെൻറ്റ്, സംസാര രീതി മാറും, ചാലഞ്ചിങ് മാറും. ഓക്കെ, ഒരാൾ സൈലൻ്റ് ആയിരിക്കാം, ഒരാൾ വല്ലാണ്ട് ചാലഞ്ച് ചെയ്യും. ഇത് ഈ ഒരാൾ സൈലൻ്റ് ആകും, ഒരാൾ ചാലഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ലിറ്ററലി സൈലൻ്റ് ആയി പോകുന്നത് മദറായിരിക്കും. ആ മദറിന് പിന്നെ ചലഞ്ച് ചെയ്യാം. കാരണം ഇത് ഞാൻ പറയും, ഒരു 15-16 വയസ്സിലൊക്കെ നമ്മുടെ കുട്ടികൾ ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൺട്രോൾ ഉണ്ടാവും. ഒരു 35-45 വയസ്സിൽ കുട്ടികൾ ഫൈറ്റ് ചെയ്യുമ്പം പാരൻസിന് കൺട്രോൾ ഉണ്ടാവില്ല. പാരൻസിന് ഫാദർ ഇല്ലല്ലോ, ഈ മദറാണ് കണ്ടു നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഇൻ ബിറ്റ്വീൻ ടോക്കിംഗ് ടേംസ് നഷ്ടപ്പെടും. ഐ ഹാവ് മെനി കേസസ്. ഏറ്റവും കൂടുതൽ 90% കേസുകളും സിബ്ലിങ്സ് തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് മാറുന്നു. ഏറ്റവും ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഏതൊരു കേസ് ഉണ്ടോ ശ്രീജിത്ത്, that you saw yourself and you felt really bad about the situation? 1-2 എക്സാമ്പിൾ എനിക്ക് പറയാൻ പറ്റും. ഒരു റീസെൻ്റ്ലി ഒരു ലേഡി, ഫാദർ മെൻ്റലി റിച്ച്, ആൾ സൗദിയിലായിരുന്നു. ആൾ ഒരു മകനെ എഞ്ചിനീയറാക്കി, വേറൊരു മകൻ മെറിറ്റിൽ ഡോക്ടറായി, വേറൊരു മകളെ ആൾ കാശ് കൊടുത്ത് ഡോക്ടറാക്കി. ചില ആൾക്കാർക്ക് മെറിറ്റിൽ കിട്ടുന്ന ഒരു 2-2.5 കോടി എടുത്ത് ഡോക്ടർ. അപ്പോൾ ഈ കാശ് കൊടുത്ത് ഡോക്ടറായ മകള് US-ലാണ്. ഓക്കെ, മറ്റേ ഡോക്ടർ ഇവിടെ ട്രിവാൻഡ്രത്താണ്. ഓക്കെ, സോ പ്രാക്ടിക്കലി എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം സൗദിയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് മകളുടെ പേരിൽ ഒരു 5 കോടിയുടെ NRI ഡെപ്പോസിറ്റ് ട്രാൻസ്ഫർ ചെയ്തു. കാരണം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ NRI ഡെപ്പോസിറ്റിന് ടാക്സ് ഉണ്ടാകും. അപ്പോൾ ഇയാൾ വരുന്നതിന് മുമ്പ് തന്നെ മകളുടെ പേരിലേക്ക് ഒരു 5 കോടി ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ്? മകൾ NRI ആണ്. ഈ മകളും അച്ഛനും നല്ല സ്ട്രോങ് ബോണ്ടിങ് ആണ് ഈ മകളുമായിട്ട്, ഭയങ്കര. അതുകൊണ്ടാണ് മകൾ നല്ലോണം നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചു, ഇയാൾ അദ്ദേഹം തിരിച്ച് സൗദിയിൽ നിന്ന് വന്നിട്ട് 6 മാസം കൊണ്ട് ആൾ മരിച്ചുപോയി, ആൾ മരണപ്പെട്ടു. അപ്പോൾ എൻ്റെ അടുക്ക മദർ വരുവാണ്. മദർ വരുന്ന സിറ്റുവേഷൻ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ സൈലൻ്റ് ആയിരിക്കുന്ന ഒരു മകനുണ്ടല്ലോ ഡോക്ടർ, ആൾ സൈലൻ്റാണ്, ആൾ ഇതിനൊന്നും ചോദിക്കാനും വരുന്നുള്ള. മൂത്ത മകൻ അത്യാവശ്യം കുറച്ച് ബോൾഡാണ്. ഓക്കെ, അപ്പോൾ ഈ മകള് ഈ 5 കോടി കൊടുത്തല്ലോ, ഇത് മക്കളാരും അറിയില്ല, മക്കൾക്കറിയില്ലായിരുന്നു. കാരണം അച്ഛനും മകളും തമ്മിലുള്ള ഡീലാണല്ലോ. ഇത് 2 പേരോടും പറഞ്ഞിട്ടില്ല, ഇവർ 2 പേരും അറിയത്തില്ല. അപ്പം ഈ പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂഷൻ വന്നല്ലോ. അപ്പോൾ ഈ മകൾ പറയുന്ന ഒരു എന്താ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛന് ഏറ്റവും ഇഷ്ടം തന്നെയായിരുന്നു, 5 കോടി എനിക്ക് അച്ഛൻ ഗിഫ്റ്റായിട്ട് അതാണ്. അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ട് ബാക്കി അസറ്റിനെ പറ്റി നമുക്ക് സംസാരിക്കാം, അപ്പം മറ്റേ മൂത്ത മകൻ എന്താ പറഞ്ഞാൽ, ആ കാശ് ഇട്ടിട്ട് മാത്രം ഇനി ബാക്കി സംസാരം മതി. ഇപ്പോൾ ഈ മക്കൾ തമ്മിൽ 3 പേര് തമ്മിൽ ടോക്കിംഗ് ടേംസ് അല്ല. അമ്മ നടുക്ക് നിൽക്കുകയാണ്, എന്താ ചെയ്യേണ്ടത്? ആൻഡ് ആൾ വില്ലും എഴുതിയിട്ടില്ല, ഈ ഫാദർ ഒന്നും ചെയ്തിട്ടില്ല. സോ ഇതുപോലത്തെ ഒരു ഡയലമെല്ലാം അവർ ഭയങ്കര ചോദിച്ചിരുന്നത് നിൽക്കുന്നത്, എന്താണ് ചെയ്യേണ്ടത്? കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. വേറൊരു കേസ് നമുക്ക് പറയാൻ പറ്റും, ഒരു മുസ്ലിം ഫാമിലി എന്ന് പറയുന്നത് നോർമലി പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിലുള്ള ഒരു വ്യത്യാസം 2:1 ആണ്. ഒരു ആൺകുട്ടിക്ക് 2x the ഷെയർ ഓഫ് എ ഗേൾ ഷെയർ. അപ്പം ഈ പലപ്പോഴും നമുക്ക് ഫീൽ എന്ന് പറയുന്നത് നമ്മുടെ അച്ഛൻ്റെ പ്രോപ്പർട്ടിയാണ്. നമ്മളൊരു വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നു എന്ന് പറയുമ്പം ഫാദറിൻ്റെ ആണല്ലോ പ്രോപ്പർട്ടി. ഈ ഫാദർ ഇമ്മൻസ്ലി റിച്ച് ആണ്. അപ്പോൾ ഇമ്മൻസ്ലി റിച്ച് ആവുന്ന സമയത്ത് പലതും നമ്മുടെ ആയാലും അച്ഛൻ്റെയാണ്. ചിലപ്പോൾ അച്ഛന് മറ്റേ ഒരു പെട്രോൾ പമ്പ് ഉണ്ടാവാം, ഒരു തിയേറ്റർ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു റിസോർട്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ഉണ്ടാവുക. ഇതെല്ലാം നമ്മൾ ജനിച്ചു വളർന്ന മുതൽ ഇതൊക്കെ അച്ഛൻ്റെ ആണല്ലോ അല്ലേ. അപ്പോൾ ഈ പെൺകുട്ടികൾ ചിലപ്പം കല്യാണം കഴിച്ചിട്ട് വേറെ വീട്ടിൽ പോകും, ഫാദർ ഇതൊന്നും ചെയ്തിട്ടൊന്നുമില്ല പ്രോപ്പർട്ടീനെ പറ്റി. പക്ഷെ എല്ലാവരും ഒന്നിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലുണ്ടാവാം. അപ്പോൾ പ്രാക്ടിക്കലി ഈ കുട്ടികൾക്ക് മനസ്സിലാകുന്നത്, ഈ കൂടെ നിൽക്കുന്ന ആൺകുട്ടികളുണ്ടല്ലോ, ഇവർ ഫാദറിൻ്റെ കമ്പനികളാണ്, ഇതിൻ്റെ ഷെയറൊക്കെ ഓൾറെഡി വാങ്ങിച്ചു വെച്ചു. ഓക്കെ, അപ്പോൾ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഈ 2:1 എന്ന് പറയുമ്പോൾ 2:1 ഷെയർ ചെയ്യാനൊന്നുമില്ല. ഓൾറെഡി മക്കൾ അച്ഛൻ്റെ എല്ലാം വാങ്ങിച്ചു വെച്ചല്ലോ. ഇനി ബാക്കി ലെഫ്റ്റ് ഔട്ട് എന്ന് പറയുന്നത് വളരെ തുച്ഛമായ അസറ്റുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പെട്രോൾ പമ്പില്ല, നമ്മുടെ കമ്പനി ഇല്ല, അതൊന്നുമില്ല. അതെല്ലാം മക്കൾ ഓൾറെഡി ഷെയർ ട്രാൻസ്ഫർ ചെയ്തു.
ഡ്യൂറിങ് ലൈഫ് ടൈം ഗിഫ്റ്റ് ചെയ്താൽ പിന്നെ വന്നിട്ട് പിന്നെ ഒന്നും ലെഫ്റ്റ് ഔട്ട് ഇല്ലല്ലോ. ശരിയാ ലോ വിൽ കമ്മിസ് ഇൻ ടു ദ പിക്ചർ വന്നിട്ട് അന്നത്തെ ദിവസം മരിക്കുന്ന സമയത്ത് എന്താണോ എൻ്റെ പേരുള്ള ആ അസറ്റിനാണല്ലോ 2:1. മരിക്കുന്നതിന് മുമ്പ് ട്രാൻസ്ഫർ ചെയ്ത് ഗിഫ്റ്റ് ചെയ്ത സാധനത്തിനൊന്നും 2:1 വരില്ല. അപ്പോൾ കുട്ടികൾക്ക് ഇതൊക്കെ സർപ്രൈസാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഞാൻ നേരത്തെ 2 കേസിലും എന്തുകൊണ്ടാണ് ഈ കോൺഫ്ലിക്റ്റ് വരാനുള്ള കാരണം? ഒന്ന്, കമ്മ്യൂണിക്കേഷൻ ഇല്ല. അച്ഛൻ പറഞ്ഞിട്ടില്ല, കമ്മ്യൂണിക്കേഷൻ ആരോടും പറഞ്ഞിട്ടില്ല. കാരണം ഈ അച്ഛന് ഇനി കാലാകാലങ്ങളുണ്ടല്ലോ, കാലാകാലങ്ങളുള്ളത് കൊണ്ട് അച്ഛൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ കൾപ്രിറ്റ് അച്ഛനാണ്. ഈ കുട്ടികൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്, അതും എൻ്റെതാണ്, ഇതും എൻ്റെതാണ്, അത് അച്ഛൻ്റെതാണ്, അച്ഛൻ നാളെ തരും, ഇത് ഇങ്ങനത്തെയാണ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണല്ലോ ആരും ചോദിക്കാത്തത്. പക്ഷേ ആക്ച്വൽ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇതൊന്നും നമ്മുടെ കയ്യിലില്ല. അവിടെ എന്താ വെച്ചാൽ ഒരാൾ തോന്നുന്നത് എന്നെ വഞ്ചിച്ചു എന്നൊന്നും പറയാൻ പറ്റത്തില്ല അല്ലേ, വിഷമം വരും. അതായത് ഒരാൾ എന്നോട് പറഞ്ഞത്, സാറേ അത് നമുക്ക് വേണമെന്നില്ല, ഗോഡ് ഗ്രേസ് വി ഓൾസോ ഹാവ് ഇനഫ്, ബട്ട് ദ തിങ് ഇറ്റ് ഈസ് ദാറ്റ് ഈസ് എൻ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ടുവേർഡ്സ് അവർ ഫാമിലി പ്രോപ്പർട്ടി. കാരണം അവിടെ നമ്മൾ കളിച്ച് വളർന്ന ഒരു വീടും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് ആക്സസ് ഇല്ല എന്ന് പറയുമ്പോഴാണ് അവർക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ജനിച്ച് വളർന്ന വീട്ടിൽ നമുക്ക് ആക്സസ് ഇല്ല എന്ന് പറയുമ്പം വി ബിക്കം എ തേർഡ് പേഴ്സൺ ടു ദ സെയിം. അതാണ് ഭയങ്കര സാഡ്. അത് ഒരിക്കലും ആൾക്കാർക്ക് അത് വീടല്ല, അതൊരു ഇമോഷണൽ ലെഗസിയാണ്, ബാക്കിയൊക്കെ ബിൽഡിങ്ങാണ്. സോ ബേസിക്കലി വാട്ട് യു സീ ഈസ് ഓഫ് കോഴ്സ് ഈ ഫാമിലീസ് ഫ്രാക്ചർ ആവുകയാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, വാട്ട് ഹാവ് യു റിയലി സീൻ? പ്രോപ്പർട്ടീസ് അതോ അസറ്റ്സിന് എന്തെങ്കിലും രീതിയിൽ അത് ഡേഞ്ചറസ് ആണോ? ഇപ്പോൾ എനിക്ക് ഞാൻ പേര് പറഞ്ഞു, ചിലപ്പം ഒരു പർട്ടിക്കുലർ ഏരിയ ഞാൻ പേര് പറയുന്നില്ല, ചിലപ്പം അത് വളരെ പോപ്പുലറാണ് അതുകൊണ്ട് പേര് പറയുന്നില്ല. ഒരു 40-50 ഏക്കർ സ്ഥലം, ഓക്കെ, നല്ല പ്രോപ്പർ അഗ്രികൾച്ചറൽ പ്ലാന്റ് ഉള്ള ഒരു സ്ഥലം. അതും ഇതേപോലെ തന്നെ 4 മക്കൾ, ഒരാൾ മരിച്ചു, ഓക്കെ, 2 ആൺകുട്ടികൾ 2 പെൺകുട്ടികൾ, ഒരാൾ മരിച്ചു, വേറൊരാൾ ഡൈവേഴ്സിയാണ്. ടെക്നിക്കലി ഇവർ 2 പേരും തന്നെ ഓഫാണ്. ഒരാൾ ഡൈവേഴ്സി, ഒരാൾ വന്നിട്ട് മരിച്ചു, ബാക്കിയുള്ളത് 2 പേരാണ്. ഈ ഫാദറായിരുന്നു മൊത്തം ഇത് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രാക്ടിക്കലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഫാദർ മരിക്കുന്നു, ഒന്നും ചെയ്യാതെ ഫാദർ മരിക്കുന്നു. അപ്പോൾ അവിടെ പ്രാക്ടിക്കലി എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ അഗ്രികൾച്ചറൽ പ്ലാന്റ് ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ, അത് കേസിൽ വരുന്നു. കേസിൽ വരുമ്പം അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് തരെ എൻട്രി ചെയ്യണം. കാരണം കേസിന് ഫയൽ കൊടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ എൻട്രി പെർമിഷനും കാര്യങ്ങളൊക്കെ ക്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൾട്ടിവേഷൻ നടക്കില്ലല്ലോ. ദ ഹോൾ അസറ്റ് ബിക്കം എ കൈൻഡ് ഓഫ് വേസ്റ്റ്. നോ, എത്ര പേരുടെ ജോബ് പോയി അല്ലേ? കാരണം നീ ചെയ്യുമോ ഞാൻ ചെയ്യുമോ, അങ്ങനത്തെ രീതിയിലുള്ള ആൾക്കാർക്ക് ഒരു ചലഞ്ച് വരും. പലപ്പോഴും ബിസിനസ് അസറ്റുകൾ വരുന്ന സമയത്ത്, ഇൻകം ജനറേറ്റിംഗ് അസറ്റ് വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കേസിനോ കാര്യങ്ങളൊക്കെ ദാറ്റ് ഹൗൾ അസറ്റ് വിൽ ബിക്കം എ കൈൻഡ് ഓഫ് എ ക്വസ്റ്റ്യൻ മാർക്ക്. ദർ ആർ plenty of such cases. Even ബിസിനസ് നടക്കാണ്ടപ്പോൾ അപ്പോൾ ഈ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ആ എൻറ്റയർ ബിസിനസ് തന്നെ കൊളാപ്സ് ആവുകയാണ്, വാല്യൂ കൊളാപ്സ് ആവുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് വൺ വിൽ നോട്ട് ബീങ് റിട്ടൺ. It's not about a will. It's all about a succession planning. Okay. Now will is a one tool. Okay. There are many other ways you can plan a succession. Not necessarily to be a will. Okay. At least ഞാൻ പറയും will is something better than nothing. ഒന്നും ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടും നല്ലതാണ് ഒരു വില്ലെങ്കിലും എഴുതി വെക്കാന്ന്. നമ്മൾ വില്ലിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റെലവൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് ട്രസ്റ്റ്. ഇപ്പം എനിക്ക് സക്സഷൻ പ്ലാനിങ് ചെയ്യണമെങ്കിൽ വില്ലാണോ ട്രസ്റ്റ് ആണോ, അതുപോലെ എവിടെയാണ് ട്രസ്റ്റ് തന്നെ വേണം എന്ന് ശ്രീജിത്ത് സജസ്റ്റ് ചെയ്തത്? സോ ഞാൻ പറഞ്ഞില്ലേ, വില്ല് വന്ന് ഒരു പർട്ടിക്കുലർ കാറ്റഗറി ആൾക്കാർക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. ഞാൻ പറഞ്ഞു സംതിങ് ഈസ് ബെറ്റർ ദൻ നത്തിങ്. വില്ല് ഈസ് എ മാൻഡേറ്ററി. പക്ഷെങ്കിൽ എല്ലാ സ്ഥലത്തും വില്ല് ഹെൽപ്ഫുൾ ആവണമെന്നില്ല, ഫെയിൽ ആവും. അപ്പം അവിടെ നമുക്ക് പ്രൈവറ്റ് ട്രസ്റ്റ് വിൽ ഫങ്ഷൻ. ഇവിടെ പ്രൈവറ്റ് ട്രസ്റ്റ് എന്ന് പറയാൻ കാരണം പല ആൾക്കാരുടെ തെറ്റിദ്ധാരണ ഇതൊരു റിലീജിയസ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നതാണ്. അമ്പലമാണ്, പള്ളിയാണ്, വഖഫാണ്, ഇതൊന്നുമല്ല. ഇതൊരു പ്രൈവറ്റ് ഫാമിലി. ഓൺലി ഫാമിലി ഈസ് യുവർ ബെനിഫിഷ്യറി. ഫാമിലി ഈസ് എ ട്രസ്റ്റി. ദ മെയിൻ ഫാദർ ഈസ് ദ സെറ്റിലർ, ദ ഓത്തർ. ഇതെവിടെ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ ഫണ്ടമെൻ്റലി വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഒരു സുഖമില്ലാത്തൊരു കുട്ടി, ഒരു ഓട്ടിസം ഉള്ള കുട്ടി ഉണ്ടാവാം. അങ്ങനെയുള്ള കുട്ടികളെ ആര് നോക്കും എന്നുള്ള വലിയ ചോദ്യമാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് വരെ ഈ സ്പെഷ്യൽ നീഡ് ചൈൽഡ് എന്ന കുട്ടി ഈ പാരൻസിന് മാത്രമേ സ്പെഷ്യൽ നീഡായിട്ടുള്ളൂ. മറ്റുള്ളവർക്ക് ചിലപ്പം ഇത് സ്പെഷ്യൽ നീഡ് പോലെ തന്നെ കെയർ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് നമുക്ക് ബില്ല് എഴുതി ഹാൻഡ് ഓവർ ചെയ്യുന്നതിനെക്കാട്ടും വളരെ ഇമ്പോർട്ടൻറ്റ് നമുക്കൊരു ട്രസ്റ്റിൽ പ്രോപ്പർട്ടി കൊടുക്കുകയാണെങ്കിൽ ഈ കുട്ടിയാണ് ഇതിൻ്റെ ബെനിഫിഷ്യറി. അപ്പോൾ ഈ കുട്ടി ലൈഫ് ലോങ് ഉള്ളിടത്തോളം ട്രസ്റ്റിൻ്റെ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ബെനിഫിറ്റ് കുട്ടിക്ക് കൊടുക്കണമെന്നുണ്ടാവും. സോ ദാറ്റ് ഇറ്റ് വിൽ ടേക്ക് കെയർ. ഈവൻ നമ്മളില്ലെങ്കിലും ആ കുട്ടിയെ ഈ ട്രസ്റ്റ് വിൽ ടേക്ക് കെയർ.
ഓക്കെ. ദാറ്റ് ഈസ് വൺ സിറ്റുവേഷൻ. മേ ബി സേ ഫോർ എക്സാമ്പിൾ പെൺകുട്ടികൾ മാത്രമുള്ള ഒരു ഫാമിലി, നമ്മൾ കൂടുതലും മാരേജ് സമയത്താണ് അവർക്ക് ഗോൾഡ് കൊടുക്കുന്നത്, അവരുടെ പ്രോപ്പർട്ടി കൊടുക്കും, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അപ്പം നമ്മുടെ 21-22 വയസ്സിൽ ഈ പെൺകുട്ടികൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ 45 വയസ്സിൽ ഇത് അതുപോലെ തന്നെ ഉണ്ടാവണം നിർബന്ധമില്ല. ഇറ്റ് മേ നോട്ട് ബി സേഫ് വിത്ത് ദം, അല്ലേ? ദർ മേ ബി നീഡ് വരും. കാരണം നമ്മുടെ മകൾ എന്ന് പറയുമ്പം വേറൊരാളുടെ വൈഫ് ആകുമ്പം വൈഫ് ഈസ് എ മോർ പവർഫുൾ പൊസിഷൻ ദാൻ യുവർ ഡോട്ടർ പൊസിഷൻ. അപ്പോൾ അത് കൊടുക്കാതിരിക്കാനും പറ്റില്ല. അപ്പോൾ ഞാനെപ്പോഴും പറയും, ഇത് എൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, ഇതെനിക്ക് ഫാദർ തന്നു, ഇപ്പം നാളെ എന്നോട് ചോദിക്കുകയാണ്, ചോദിക്കുമ്പോൾ എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കൊടുക്കേണ്ടി വരും. അതേസമയം ചോദിച്ചാൽ കൊടുക്കേണ്ടി വരും. കൊടുത്തിട്ടില്ലെങ്കിൽ അത് സിറ്റുവേഷൻ മോശമാവും. അതേ സമയത്ത് ഇതേ സംഭവം ഫാദർ എനിക്ക് തന്നത് എനിക്ക് തരാതെ എൻ്റെ പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി അതിൽ ഏൽപ്പിച്ചു. നൗ ദ പ്രോപ്പർട്ടി ഈസ് ബിലോങ്സ് ടു എ ട്രസ്റ്റ്. എനിക്കിതിൽ നിന്നുള്ള വരുമാനം കിട്ടും, എനിക്കിതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടും, ഡിവിഡൻഡ് കിട്ടും, എല്ലാ ബെനിഫിറ്റും ഇതിൽ നിന്ന് കിട്ടും, എനിക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഈ പ്രോപ്പർട്ടിയിലെ ടൈറ്റിൽ എനിക്കില്ല, ഇത് വിൽക്കാൻ പറ്റില്ല. ഫാദർ എഴുതിയ പ്രോപ്പർട്ടിയുടെ ട്രസ്റ്റ് പ്രകാരം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് എൻ്റെ 45-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 40-ാമത്തെ വയസ്സിൽ മാത്രമേ ഇത് എനിക്ക് വരത്തുള്ളൂ. അപ്പോൾ ആ ഒരു 20-25 വർഷം വരെ ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുമെന്ന് പറയുകയാണെങ്കിൽ നൗ ഹസ്ബൻഡ് ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. കാരണം എൻ്റെ പേരിലുണ്ട്, പക്ഷെ അത് ട്രസ്റ്റിലാണ്, നമുക്കിതിൻ്റെ ബെനിഫിറ്റ് മാത്രമേ കിട്ടൂ. ഹസ്ബൻഡ് വേറെ വഴി അന്വേഷിച്ചോളൂ, എന്നോട് ചോദിക്കില്ല. എനിക്ക് തരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് തരാൻ പറ്റില്ല, ലീഗലി തരാൻ പറ്റില്ല, കാരണം ഇതിപ്പോൾ ട്രസ്റ്റിൻ്റെ പേരിലാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പല പെൺകുട്ടികളും കല്യാണം കഴിച്ചിട്ട് അവരുടെ ഗോൾഡോ അവർക്ക് കിട്ടുന്ന ഗിഫ്റ്റ്സോ അവർക്ക് എന്താണ് കിട്ടുന്ന ആ സമയത്ത് അതെല്ലാം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ചിലപ്പോൾ ഒരു 45-50 വയസ്സിലാവുമ്പോഴായിരിക്കും ചിലപ്പോൾ അബാൻഡൻ ചെയ്ത് പോകും, അല്ലെങ്കിൽ ഡിവോഴ്സ് ആവും, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരും വഴിയാധാരമാണ്. അതെ, ഇതൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയാണ് ഫോർ എ ഗേൾ. ദിസ് ട്രസ്റ്റ് വിൽ ടേക്ക് കെയർ ഓഫ് ഹർ. കാരണം ഷീ ഗെറ്റ് എ ഫീൽ വന്നിട്ട് എനിക്കിതിൻ്റെ ബെനിഫിറ്റും കിട്ടുന്നുണ്ട്, ടൈറ്റിലും പ്രൊട്ടക്റ്റഡ് ആണ്, നോ ബഡി വിൽ ടച്ച് ദ പ്രോപ്പർട്ടി. സോ എൻ്റെ 45-ാമത്തെ വയസ്സിലാണ് എനിക്ക് ഐ എം ഗെറ്റിംഗ് ദിസ് ഓണർഷിപ്പ് ആസ് എ ടൈറ്റിൽ. ആ സമയത്ത് ഐ വിൽ ഹാവ് എ സെറ്റിൽഡ് ലൈഫ്. മാരീഡ് ലൈഫ് ഉണ്ടെങ്കിൽ എൻ്റെ സെറ്റിൽഡ് മാരേജ് ആയിരിക്കും, മക്കളുണ്ടെങ്കിൽ 10-15 വയസ്സുള്ള കുട്ടികളായിരിക്കും. സോ ഐ ഗെറ്റ് എ മോർ കമ്മിറ്റ്മെൻറ്റ്. അയാളും സെറ്റിൽഡ് ആയിരിക്കും, ഇയാളും സെറ്റിൽഡ് ആയിരിക്കും, ഈ ഹസ്ബൻഡും സെറ്റിൽഡ് ആയിരിക്കും ടു ദ എക്സ്റ്റെൻറ്റ്. അപ്പോൾ ദാറ്റ് വിൽ ഹെൽപ്പ് ഹർ ആക്ച്വലി ഇൻ ദ ഫോം ഓഫ് എ ട്രസ്റ്റ്. ഇറ്റ് വിൽ ബി സ്ട്രെങ്ത്. മകൻ, ഫോർ എക്സാമ്പിൾ നമ്മൾ മകളെ പറഞ്ഞു, മകൻ നമ്മുടെ ഒരു വില്ല് പ്രകാരം ഒരു മകന് ചിലപ്പം 20 വയസ്സ് 22 വയസ്സിലായിരിക്കും ഇതൊരു 10-25 കോടിയുടെ ആസ്തി കിട്ടുന്നത്. ഇമാജിൻ. അല്ലാതെ യുവർ സൺ ഈസ് ആക്ച്വലി ബീൻ ഗെറ്റിംഗ് ഓൾ ദ പ്രോപ്പർട്ടി വെൻ ഹി വാസ് അറൗണ്ട് 20 or 21. 10-25 കോടിയുടെ ആസ്തി കിട്ടി അല്ലേ? 25 കോടി അല്ല, ഞാനൊരു 10-15 കോടിയുടെ ആസ്തി കിട്ടി. ഇമാജിൻ, ഡു യു തിങ്ക് ഹി വിൽ പുട്ട് എഫേർട്ട് ടു ബിൽഡ് എ സ്കിൽ വെൻ ഹി ഈസ് ഗെറ്റിംഗ് സച്ച് എ കൈൻഡ് ഓഫ് എ വെൽത്ത് അല്ലേ? അതുകൊണ്ടാണ് പലപ്പോഴും തേർഡ് ജനറേഷനിൽ മിക്ക ജനറേഷൻ ആൾക്കാർ പോറായി മാറുന്നത്. ദ റീസൺ ദേ ഡോണ്ട് നീഡ് ടു വർക്ക്. കാരണം ഓൾറെഡി എനിക്ക് ഇത്രയും പ്രോപ്പർട്ടി വെൽത്ത് വില്ല് വഴി കിട്ടുമ്പം ഞാൻ ഐ വിൽ ജസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ഡിസ്പോസ്. നമ്മൾ പലപ്പോഴും ഇവർ പാരൻസ് വളരെ കഷ്ടപ്പെട്ട് വെച്ചിട്ടായിരിക്കും ഇത് പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക. 21-22 വയസ്സിൽ എനിക്കത് കിട്ടുമ്പോൾ ഞാൻ നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കും, സംഭവം തീരും അല്ലേ? സോ അതേ സമയത്ത് ഇതും ഞാൻ ഒരു ട്രസ്റ്റിലേക്ക് വരുവാണെങ്കിൽ മകന് ഇതിൻ്റെ ബെനിഫിറ്റ് മാത്രമേ കിട്ടുമെന്ന് പറയുകയാണെങ്കിൽ മകനും ഒരു 40 വയസ്സിൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ ആസ് എ പ്രോപ്പർട്ടി, ആസ് എ ടൈറ്റിൽ ടു സെൽ. I am also enjoying the benefit, but not the title on it. That will, the trust will function. Again, I'll tell you, somebody maybe ഇന്ന് കേരളത്തിൽ ബിസിനസ് ചെയ്യുന്ന പല ആൾക്കാരും ബിസിനസ്സിൽ കംപ്ലീറ്റ്ലി എടുക്കുന്ന ഫണ്ട് മുഴുവനും ലോണാണ്, ലിറ്ററലി ലോണാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് വരെ കടമാണ് അല്ലേ? ചിലപ്പം 25 കോടി ആയിരിക്കും സെക്യൂരിറ്റി, 300 കോടിയുടെ ലോൺ എടുത്തിട്ടുണ്ടാവും കമ്പനിക്ക് അല്ലേ? അങ്ങനെ ലോൺ എടുത്ത് കൊടുക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഓക്കെ, സോ 300 കോടിയുടെ ലോൺ എടുത്തിട്ടായിരിക്കും ഞാൻ ഈ ബിസിനസ് നടത്തേണ്ടവാ. ഇമാജിൻ ഈ സംതിങ് ഹാപ്പൻഡ് ദ ബിസിനസ്, കംപ്ലീറ്റ്ലി മൈ പേഴ്സണൽ അസറ്റ്സ് വിൽ ബി ഗെറ്റ് അബ്സോർബ്ഡ്. അതേ സമയത്ത് എൻ്റെ പേഴ്സണൽ ടു ദ എക്സ്റ്റെൻറ്റ് ഒരു മിനിമം, നമ്മൾ ഒരു ബിസിനസ് നടത്തുമ്പോൾ വേണ്ടത് മിനിമം റവന്യൂ മോഡലാണ്. അതുപോലെ തന്നെ നമുക്ക് ഫാമിലിക്ക് വേണ്ടത് ഒരു മിനിമം റവന്യൂ മോഡൽ ഫോർ ദ ഫാമിലി ഓൾസോ. സോ വിത്തൗട്ട് അസ് ഓൾസോ ദേ ഷുഡ് ഫങ്ഷൻ. ഒരു 1.5-2 ലക്ഷം രൂപയുടെ 1 ലക്ഷം രൂപ മിനിമം അറ്റ്ലീസ്റ്റ് അതിൻ്റെ റവന്യൂ കിട്ടുന്ന ഒരു അസറ്റ് ഫാമിലിയിൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. സോ ദാറ്റ് ഈവൻ യു ഡു എനി ബിസിനസ്, എനി ലയബിലിറ്റി, ഈ പ്രോപ്പർട്ടി മുഴുവൻ ട്രസ്റ്റിലാണെങ്കിൽ നോ ബഡി വിൽ ടച്ച് ദ പ്രോപ്പർട്ടി. ഒരു ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനോ ഒരു ക്രെഡിറ്ററിനോ ഒരു ബാങ്കിനോ ആർക്കും തന്നെ ഈ പ്രോപ്പർട്ടി ട്രസ്റ്റിൽ പ്രോപ്പർട്ടി ആർക്കും തൊടാൻ പറ്റില്ല.
So for businesses, trust is super important. Super important. Nobody will touch the property. So that even ഞാൻ ചിലപ്പം കടക്കാരനായിട്ടും anything will be absorbed, everything will be vanish, but this one nobody will touch. ഞാൻ even I will tell you celebrity also. Even you are getting into a next leap to the next level. At least on that you protect the family minimal level, putting the trust format. So nobody will touch the property. Liability വരാം അല്ലേ, റിസ്ക് ഉള്ള ബിസിനസ് ആണല്ലോ. There could be a liability, but that liability never go back touch the property belongs to a trust. That you get a attention. For example, നമുക്കൊരു ലെഗസി ബിസിനസ്സിൽ ഒരു മകൻ വളരെ കഴിവുള്ള ആളായിരിക്കാം, ഒരു മകന് വലിയ കഴിവുണ്ടാവില്ല. പക്ഷെ ബിസിനസ് നമ്മൾ ഏൽപ്പിക്കുന്നത് ഈ കഴിവുള്ള മോനായിരിക്കും. പക്ഷെ കഴിവില്ലാത്ത മകനും വേറെ മകളും എല്ലാം ഈ ബിസിനസ്സിന്റെ അസറ്റിൽ ബെനിഫിറ്റ് കിട്ടേണ്ട ആൾക്കാരാണ്. സോ അപ്പോൾ ഇവർക്ക് ബെനിഫിറ്റ് വേണം, പക്ഷെ ദേ ആർ നോട്ട് വാണ്ട് ടു ഇൻവോൾവ് ഇൻ ദ ബിസിനസ്. സോ യു പുട്ട് ദാറ്റ് ബിസിനസ് അസറ്റ് ഷെയർസ് ഇൻ എ ട്രസ്റ്റ് ഫോർമാറ്റ്, ഇൻ എ പ്രൈവറ്റ് ട്രസ്റ്റ്. ദേ ആർ ഗെറ്റ് ദ ബെനിഫിഷ്യറി. യു ഇൻവോൾവ് ചെയ്ത മകൻ, കഴിവുള്ള മകൻ ബിസിനസ് നടത്തിക്കോളും, കഴിവില്ലാത്ത മക്കൾക്ക് ബെനിഫിറ്റ് കിട്ടും ട്രസ്റ്റ് വഴി. No, this is so important. I think the whole idea of having a trust for your family, അത് പറഞ്ഞ് നമുക്ക് It's a big concept actually. Very few people understand the trust concept. Coming to the point which we discussed earlier, that is, നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചതിന് ശേഷം there has been a lot of changes in the ecosystem. The rulings, നമുക്ക് അതിനെക്കുറിച്ച് മാത്രം സംസാരിച്ച വാട്ട് ഈസ് ദ അപ്ഡേറ്റ് ഇൻ ദിസ് സോൺ? നമ്മുടെ മേ ബി പോഡ്കാസ്റ്റിന് ശേഷം പ്രൊസീജിയർലി ഐ തിങ്ക് 3-4 rulings came from High Court and from Supreme Court level. One basic rule I think to the audience to explain, Supreme Court very strongly said every woman should write a will in India. എല്ലാ സ്ത്രീകളും will എഴുതണം. ഹിന്ദു മുസ്ലിം അങ്ങനെ ഒന്നും സെപ്പറേഷൻസ് കൊടുത്തിട്ടില്ല. മുസ്ലിംസിന് will എഴുതാൻ പറ്റില്ല. ഓക്കെ, മുസ്ലിം സ്ത്രീകൾക്ക്, മുസ്ലിംസ് ആർക്കും, ആണിനും പെണ്ണിനും ആർക്കും will എഴുതാൻ പറ്റില്ല. ഓക്കെ, അവർക്ക് will എഴുതാൻ പറ്റുവാണ് 1/3 മാത്രമേ will എഴുതാൻ പറ്റും. അതും അവരുടെ മക്കൾക്കോ വൈഫിൻ്റെ പേരിൽ എഴുതാൻ പറ്റത്തില്ല. ബെനിഫിഷ്യറി അല്ലാത്ത പേരിലാണ് നമ്മൾ will എഴുതുന്നത്. They cannot write a will in their legal heir. All right. 1/3 they can write a will to different objective. Maybe charity ചെയ്യാം, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു മുസ്ലിം ഫാമിലിയിൽ 3 മക്കളുണ്ട്, ആസ്യം ഒരു മകൻ മരിച്ചു. ഓക്കെ, ബാക്കി 2 പേരാണ് ബാക്കി ഉണ്ടാവുക അല്ലേ. ശരിക്കും മരിച്ച മകൻ്റെ മക്കൾക്കൊന്നും കിട്ടില്ല. ഈ ലൂസ് ദ ലീഗൽ ഹെയർഷിപ്പ്. ആകെ 2 മക്കൾക്ക് മാത്രമേ ഇതിൻ്റെ ലീഗൽ ഹെയർഷിപ്പ് ഉണ്ടോ. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഈ 1/3 വില്ലിൽ കൂടി നമ്മളെ അവർക്ക് കോമ്പൻസേറ്റ് ചെയ്യാം. അതിനാണ് ആ ഒരു പ്രൊവിഷൻ വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഹിന്ദു ക്രിസ്ത്യൻസിൽ അങ്ങനെയല്ല. ഒരു അച്ഛൻ മരിച്ചു കഴിഞ്ഞാലും മക്കൾക്ക് അച്ഛൻ്റെ അതേ റൈറ്റ്സ് വരും. Okay. That is not for Muslims. Okay, so you're talking about Hindu women and Christian women should write a will, especially Hindu women, because of they have a repercussions if you don't write a will. Okay. I think last നമ്മൾ topic സംസാരിച്ച പോലെ തന്നെ if a Hindu woman if she earned anything at her individual level, okay, that whole thing will go back to the husband's legal heir, even though she has got a dependent parents. അതായത് നമ്മൾ സ്വന്തമായി ഉണ്ടാക്കിയ പൈസയാണെങ്കിലും അത് നമ്മുടെ പേരൻസിന് പോവാതെ അത് ഹസ്ബൻഡിന്റെ ലീഗൽ എയറിലേക്കും, ഹസ്ബൻഡിന്റെ ബ്രദർ, ഹസ്ബൻഡിന്റെ സിസ്റ്ററിലേക്ക് പോവാം. Do you think any Hindu woman will agree for that? That would be difficult for any person for that. Any person. So ആ ഒരു സിറ്റുവേഷൻ ആണ് സെക്ഷൻ 15 ഓഫ് ദ ഹിന്ദു സെക്ഷൻ ആക്ട് ഉള്ളത്. Right. So to overcome that, actually Supreme Court is actually giving a suggestions and advice that we urge every Hindu woman in India should write a will, irrespective of age. ഏത് പ്രായമായാലും നിങ്ങൾ എഴുതൂ. Because that will protect to your parents. Maybe somebody financially dependent on you. So that the same situation applies to Christian women as well, or is a Christian situation? Christian women also. If you അവർക്ക് എങ്ങനെയായിരിക്കും ഇത് മാനിഫെസ്റ്റ് ചെയ്യുക? സെക്കൻഡിക്കലി ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡിലേക്ക് പോകുന്നത് 1/3 ആണ്. ഓക്കെ, ബാക്കി 2/3 മക്കളിലേക്ക് പോകുന്നു. അപ്പം മക്കളില്ലെങ്കിൽ ഹസ്ബൻഡിലേക്ക് 50% പോകും. ഹസ്ബൻഡ് ഇല്ലെങ്കിലോ? ഹസ്ബൻഡ് ഇല്ലെങ്കിൽ വിൽ ഗോ ബാക്ക് ടു ദ ഹസ്ബൻഡിന്റെ ലീഗൽ എയറിൽ തന്നെ പോകുന്നത്. So the same situation happens in the Christian women community. So that is the reason Supreme Court said we urge every Hindu woman should write a will. That is the one ruling, a very landmark ruling came. Second is the Kerala High Court ruling. അതും വളരെ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആണ് on കേരള ഹൈക്കോർട്ട് റൂളിംഗ്. കേരള ഹൈക്കോർട്ട് റൂളിംഗിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഫോർ എക്സാമ്പിൾ പ്രോപ്പർട്ടി അല്ലേ, ഒരു വില്ല് എഴുതി, ആ വില്ല് എഴുതിയ പ്രോപ്പർട്ടി ഫാദറിൽ നിന്ന് മദറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. Right. കറക്റ്റ്.
സോ ഈ പ്രൊസീജിയർ ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നമ്മുടെ റവന്യൂ ഓഫീസിൽ പോയിട്ടാണ് ഇത് ചെയ്യുന്നത്. റവന്യൂ ഓഫീസറാണ് ചെയ്തിരുന്നത്, സബ് രജിസ്റ്റർ ഓഫീസ്. അവിടെ പോയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബില്ല് കൊണ്ടുപോയി കൊടുക്കണം. മേ ബി പ്രൊബേറ്റ്, ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് പാർട്ട്. നമ്മൾ ഈ ബില്ല് കൊണ്ടുപോയി അവിടെ കൊടുക്കുകയാണെങ്കിൽ ഈ റവന്യൂ ഓഫീസർ എന്താണ് ചെയ്യേണ്ടത്? Basically, High Court is giving a direction to the revenue officer. These are the procedure you need to follow, and also giving a direction to the Kerala government to put a direction in such a format to complete the mutation. അതിന് പറയുന്നത് മ്യൂട്ടേഷൻ പ്രൊസീജിയേഴ്സ്. അതായത് ഒരു പ്രോപ്പർട്ടി ഒരാളിൽ നിന്ന് വേറൊരാളേക്ക് ഈ സബ് രജിസ്റ്റർ ഓഫീസിൽ ട്രാൻസ്ഫർ ചെയ്ത പ്രൊസീജിയർ ഉണ്ടല്ലോ, അതിനെയാണ് പറയുന്നത് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിന് ഹൈക്കോടതി ഒരു ഡയറക്ഷൻ കൊടുക്കുന്നു. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു സപ്പോസ് ടു സെൻഡ് എ നോട്ടീസ് ടു ഓൾ ലീഗൽ എയർസ്. ഏതെങ്കിലും ഒരു ലീഗൽ എയർ ആയിരിക്കും കൊണ്ടുപോയി ഡോക്യുമെൻ്റ് കൊണ്ടുപോയി കൊടുക്കുന്നത്. മേ ബി വൈഫായിരിക്കാം, ഹസ്ബൻഡ് മരിക്കുന്നു, ബില്ല് എഴുതിയിരിക്കുന്ന വൈഫിൻ്റെ പേരിലായിരിക്കും, വൈഫായിരിക്കും ഇത് കൊണ്ടുപോയി എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അവർ പറയുന്നത് വി വിൽ സെൻഡ് നോട്ടീസ് ടു ഓൾ അതർ ലീഗൽ എയർ. സോ മക്കൾക്കും നോട്ടീസ് അയക്കണം. വിത്തിൻ 30 days വന്നിട്ട് മക്കൾ ഒബ്ജെക്ഷൻ ഫയൽ ചെയ്യണം ഇതിനെന്തെങ്കിലും അവർക്ക് പ്രശ്നമുണ്ടെങ്കിൽ. ഇൻ കേസ് 30 days ചെയ്ത് കഴിഞ്ഞാൽ അവർ മ്യൂട്ടേഷൻ ചെയ്ത് കൊടുക്കാൻ പാടില്ല. Your mutation should not granted until unless you get a kind of an NOC from the legal heir. In case ആരെങ്കിലും ഒബ്ജെക്ഷൻ ഫയൽ ചെയ്തു, അസ്യൂം ഒരു പെൺകുട്ടി, മേ ബി ഒരു മകൾ അല്ലെങ്കിൽ ഒരു മകൻ അതിനെ ചലഞ്ച് ചെയ്യുന്നു, അങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ യു നീഡ് ടു ഫയൽ എ കോർട്ട് കേസ് ഇൻ ദ സിവിൽ കോർട്ട് വിത്തിൻ 3 months. 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ഇത് ചെയ്യണം. 3 months നമ്മൾ സിവിൽ കോർട്ടിൽ ഒരു കേസും കൊടുക്കും. അതായത് ഒബ്ജെക്ഷൻ ഉള്ള ആൾ പോയി ആ ഓഫീസിൽ, റവന്യൂ ഓഫീസിൽ പോയി പറഞ്ഞാൽ മതി എനിക്ക് ഒബ്ജെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഒബ്ജെക്ഷൻ എടുത്തു. അത് കൂടാതെ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ 3 മാസത്തിനുള്ളിൽ വന്നിട്ട് കേസും കൊടുക്കണം. ഓക്കെ, ക്യുമുലേറ്റീവ് ആണ്. ഓക്കെ, കേസും കൊടുക്കണം. ഓക്കെ, കേസ് കൊടുക്കുകയാണെങ്കിൽ യു ക്യാൻ കംപ്ലീറ്റ് ദ മ്യൂട്ടേഷൻ ഓൺലി വൺസ് യു ഗെറ്റ് ദ സിവിൽ കോർട്ട് ഓർഡർ, ഒരു ഫൈനൽ ഓർഡർ. അപ്പോൾ ഒരു ഭയങ്കര ഡിലേ ഉണ്ടാവില്ല. പോസിബിൾ. ഒരു കേസിന് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 10-15 വർഷം എടുക്കും. അപ്പൊ ബില്ല് എഴുതിയാലും ഇപ്പൊ പ്രയോജനം ഇല്ലെന്നാണോ പറയണത്? ബില്ല് എങ്ങനെ എഴുതണം എന്നതാണ് ചാലഞ്ച്. ഈ പറയുന്ന ചാലഞ്ച് ചെയ്യാതെ ഉള്ള ഒരു ബില്ല് വാട്ട് യു റൈറ്റ് ഇൻ ബിൽ ഈസ് നോട്ട് ഇമ്പോർട്ടന്റ്. ഹൗ യു റൈറ്റ് എ ബിൽ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഹൗ യു റൈറ്റ് രണ്ടാണ് കേട്ടോ. ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ ദിസ്? ഓക്കെ, പുട്ട് ഇൻ ദിസ് വേ. എന്താണ് ചാലഞ്ച് ചെയ്യുക? മകൾ ഐഡിയൽ എന്താണ് ചാലഞ്ച് ചെയ്യുക? ദിസ് ഇസ് നോട്ട് മൈ ഫാദർ വിൽ, ഇത് ഇസ് നോട്ട് മൈ ഫാദർ സിഗ്നേച്ചർ. Okay. My father was in a different situation. He was an unsound mind. When he was signed, it's a fabricated will. 90% will ചെയ്യുന്നത് ഒറ്റ ചോദ്യത്തിലും this is a fabricated will. Okay. Now the question I need to prove this is a legal will. This is his last will. How will I prove? ഈ എഴുതിയാളില്ലല്ലോ. അതെ. Then you have to bring with the witness. Okay. Witness മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വിറ്റ്നസ് മാത്രമേ കണ്ടുള്ളൂ ഇദ്ദേഹം വില്ല് എഴുതിയത്. Right. അവിടെയും വൺ ഓഫ് ദ ബിഗസ്റ്റ്, ഞാനെപ്പോഴും പറയും, നമ്മുടെ ഈ കഴിഞ്ഞ 2-3 മാസമായിട്ട് എൻ്റെ അടുക്ക പല വില്ലുകളും വരാറുണ്ട്. സാർ ഇതാണ് ഞങ്ങളുടെ വില്ല്, ഞങ്ങളിത് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ പറയും, ഈ ഉണ്ടയില്ലാത്ത തോക്ക് വെച്ചിട്ട് പോലെ പൊട്ടിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഉണ്ടയില്ലാത്ത തോക്ക് വെച്ചിട്ട് പൊട്ടിക്കാൻ പറ്റുമോ? പല വില്ലുകളും ഇൻകംപ്ലീറ്റഡ് ആണ്. എക്സിക്യൂട്ടർ ഉണ്ടാവില്ല. ഞാൻ ചോദിക്കും, ഈ വിറ്റ്നസ് നിങ്ങൾക്ക് പരിചയമുള്ള ആളാണോ ഈ സൈൻ ചെയ്ത വിറ്റ്നസ്? അവർക്കറിയില്ല ആരാ വിറ്റ്നസ് എന്ന്. വല്ല സെക്ഷൻ അവിടെ നിന്ന് നിങ്ങൾ ചെയ്യും അവിടെ ആടെ 2 പേരെ കണ്ടിട്ട് അവർ സൈൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടാവും. അപ്പം പിന്നെ വരുന്നത് വളരെ ക്ലോസ് ഫ്രണ്ട് ആയിരിക്കും. ചിലപ്പം വിറ്റ്നസ് ചിലപ്പം ജീവിച്ചിരിപ്പുണ്ടാവില്ല. ഓക്കെ, കാരണം ഇവരുടെ പ്രായത്തിൽ തന്നെ ഒരാളെയാണ് വിറ്റ്നസ് ആയിട്ട് വെച്ചിട്ടുണ്ടാവുക. പിന്നെ ഈ വിറ്റ്നസ് ചിലപ്പം ഇന്ന് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കില്ല വന്ന് കോടതിയിൽ വന്നിട്ട് നാളെ ഒരു ഇത് പറയണമെങ്കിൽ. There are so many things has to be come along with the witness because this has to come with an evidence act. Evidence, it's a legal document, right? Whether it's a legal എന്നല്ലേ പറഞ്ഞത്, നമ്മുടെ legal declaration. Who declared? The person who written a will, right? Whether it's a legal document prove ചെയ്യണമെങ്കിൽ വന്നിട്ട് you need evidence. It's a legal document. So ഇപ്പം നോർമലി മകനോ മകളോ വന്ന് ചാലഞ്ച് ചെയ്യുന്നത് പറയുന്നത് ഇതെൻ്റെ ഫാദറിൻ്റെയോ മകളുടെ വില്ലല്ല. ഇതാണ് വേറെ ആരും ചാലഞ്ച് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത വീട്ടിലായിരുന്നു നമ്മുടെ വില്ല് ചാലഞ്ച് ചെയ്യില്ല. നമ്മുടെ വില്ല് നമ്മുടെ മക്കളെ ചാലഞ്ച് ചെയ്യാം. അപ്പോൾ എന്താ ചെയ്യുക? ഞാൻ അവരുടെ മക്കളെയും വില്ലിൻ്റെ പാർട്ടാക്കാം. അതെങ്ങനെ? മക്കളെ പിടിച്ച് എക്സിക്യൂട്ടർ ആക്കും. മക്കളെ എക്സിക്യൂട്ടർ ആക്കി കഴിഞ്ഞാൽ അവരാണല്ലോ ഇത് എക്സിക്യൂട്ട് ചെയ്ത് തരേണ്ടത്, അല്ലേ? പിന്നെ അവർക്ക് ഇങ്ങനെ ചാലഞ്ച് ചെയ്യാൻ പറ്റും? അവരാണല്ലോ വന്ന് ചാലഞ്ച് ചെയ്യുന്നത്, അല്ലേ? അവരെന്താ വന്ന് പറയുന്നത്? ഈ വില്ല അച്ഛൻ എഴുതിയ വില്ലല്ല. അവർ അക്നോളജ് ചെയ്ത് പറയുന്നുണ്ട് എൻ്റെ ഫാദറിൻ്റെ വില്ല് ഞാനാണ് എക്സിക്യൂട്ടർ.
That means that ഈ will should be discussed to the children It should be mandatory. beforehand. Absolutely. അതാണ് one short way. There are many ways. I'm saying there are so many ways you involve them also as part of evidence. They cannot see evidence എന്ന് പറയുന്നത് we create evidence along with your children. Ideally, your potential legal heir who can challenge your will. By writing an email, by taking an acknowledgement, take so many ways you can actually create more and more evidence. So they are aware, actually, I am doing such a process. This is very important when you write it. It's not something വന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വക്കീലിനെ കണ്ടിട്ടോ ഒരു സിയക്കാരനെ കണ്ടിട്ടോ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ട് ആരും അറിയാതെ സൈൻ ചെയ്ത് ഞാൻ ഒളിപ്പിച്ച് സാർ ഇതെൻ്റെ ബില്ലാണ് സൂക്ഷിച്ച് വെച്ചോളൂ, അവസാനം ഒരു സുപ്രഭാതത്തിൽ വരുമ്പോൾ വന്നിട്ട് നിങ്ങൾ വന്ന് പറഞ്ഞാൽ മതി ഇങ്ങനൊരു ബില്ല് ഞാൻ ഇത് മറ്റേ നമ്മുടെ രാജമാണിക്യം സിനിമയിൽ വരുന്ന പോലെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് വരുവാണ് ഇദ്ദേഹം എഴുതിയ വില്ലാണെന്ന്. സോ ദർ ആർ വേസ് യു ക്യാൻ ക്രിയേറ്റ് എവിഡൻസ്. That is one of a ways actually how to create evidence along with your children. Ideally, അവർ മാത്രമേ ചലഞ്ച് ചെയ്യുള്ളൂ, ലീഗൽ എയർ ഓൺലി ചലഞ്ച്. സോ ഐഡിയലി അങ്ങനെ ഒരു സിറ്റുവേഷൻ അവർ പറയും നമ്മുടെ മക്കളൊന്നും ചലഞ്ച് ചെയ്യില്ല, നമ്മുടെ മക്കൾ അങ്ങനെയല്ല. ഈ ഫാദർ പലപ്പോഴും പറയുന്നതാണ് ഞാൻ കൂടുതലും മക്കളെയാണ് കണ്ടത്, ഈ എഴുതാത്തത് കൊണ്ടുള്ള മക്കളെയാണ് നമ്മൾ കാണുന്നത്. അതായത് ഇന്നലെ വരെ ഇങ്ങനെയുള്ള ചേട്ടനും അനിയനും ഇത് പരിപാടി കഴിഞ്ഞാൽ വന്നിട്ട് ഇങ്ങനെയായിരിക്കും. ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സാർ കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു അഫെയർ ആയിട്ട് തോന്നും. പക്ഷേ ഇത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ് വാസ്തവം. ഇൻഫാക്ട് യു ഷുഡ് ഗോ ആൻഡ് ചെക്ക് ഔട്ട് ദ പ്രീവിയസ് എപ്പിസോഡ് ആസ് വെൽ. നമ്മുടെ നേരത്തെ കോൺവെർസേഷൻ ഞാൻ ലിങ്ക് കോമൻസിൽ ഇടുന്നതായിരിക്കും. ഇതല്ലാതെ സാർ വേറെ ഒരു കാര്യം കൂടി പറയുന്നുണ്ടായിരുന്നല്ലോ. ദർ ഇസ് എ റൂളിംഗ് വിച്ച് ഹാസ് കം ഔട്ട്, പ്രൊബേറ്റ് റൂളിംഗ് അല്ല, അത് ആക്ച്വലി വന്നിട്ട് പാർലമെൻറ്റ് ദ ലോ ഹാസ് ബീൻ ചേഞ്ച്ഡ്. ഓക്കെ, അതായത് ഇന്ത്യയിൽ പ്രൊബേറ്റ് മാൻഡേറ്ററി ഇൻ സർട്ടൻ പ്ലേസസ്. പ്രൊബേറ്റ് എന്ന് പറയുന്നത് ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഹൈക്കോർട്ട് സർട്ടിഫൈ ചെയ്ത് പറയുന്നു ഈ ബില്ല് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ബില്ലാണ്, ഇദ്ദേഹത്തിൻ്റെ ലീഗൽ ബില്ലാണ്. അത് സർട്ടിഫിക്കറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന രജിസ്റ്റർ ഓഫീസ്, ഇൻഷുറൻസ്, ബാങ്ക് അവിടെയെല്ലാം കൊണ്ടുപോയി ഈ ഡോക്യുമെൻ്റ്. അല്ലാണ്ട് നോർമൽ നമ്മുടെ ബില്ല് കൊണ്ടുപോയിട്ട് കാര്യമില്ല. നമ്മൾ രജിസ്റ്റേർഡ് ബില്ല് കൊണ്ടുപോയിട്ട് കാര്യം നോ യു ഇറ്റ്സ് ഓക്കെ. ബട്ട് ദ മൊമെൻ്റ് ഒരു രജിസ്ട്രാറോ ഒരു ബാങ്കോ ഇൻഷുറൻസോ പറയുകയാണ് ഹൗ ഡു ഐ എൻഷുർ വന്ന് ദിസ് ഈസ് യുവർ ലീഗൽ ബിൽ, അല്ല അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ യു ഐദർ യു നീഡ് എ പ്രൊബേറ്റ് ഓർ യു നീഡ് എ ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. സോ എക്സിക്യൂട്ടിംഗ് ദീസ് പാർട്ട് അതിന് നമുക്ക് കോടതി വേണം. കോടതി ഇല്ലാതെ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്രൊബേറ്റ് മാൻഡേറ്ററി ആണ് 3 സ്ഥലങ്ങളിൽ, മദ്രാസിൽ, വെസ്റ്റ് ബംഗാൾ, ദെൻ ബോംബെ. ഈ 3 സ്ഥലത്തും പ്രൊബേറ്റ് മാൻഡേറ്ററി ആയിരുന്നു. ആ പ്രൊബേറ്റ് മാൻഡേറ്ററി എന്നുള്ള റിക്വയർമെൻറ്റ് കളഞ്ഞു. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ എന്നല്ല. സോ ഐഡിയലി ഇന്ന് നമ്മളൊരു എന്താ പറയുക ഒരു പ്രാക്ടിക്കൽ സിനാരിയോ പറയുകയാണെങ്കിൽ എല്ലാവരും പ്രൊബേറ്റ് എടുക്കേണ്ടി വരും. ബെറ്റർ പ്രൊബേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലീഗൽ ഡോക്യുമെൻറ്റ്. നൗ നോബഡി ക്യാൻ ചാലഞ്ച് വൺസ് യു ടേക്കൺ എ പ്രൊബേറ്റ് ഫ്രം ദ കോർട്ട്. അതായത് സ്കൂൾ ഫീസും കാര്യങ്ങളും വളരെ നോമിനൽ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് പ്രൊബേറ്റ് അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ ദിസ് ബിക്കം എ ലീഗൽ ഡോക്യുമെൻറ്റ്. ഇറ്റ്സ് എ വെരി പവർഫുൾ ഡോക്യുമെൻറ്റ്. Bill is a very powerful document. That is the beauty of bill. The moment you get the consent from the, I am saying the acknowledgement from the court by saying we verified the witness, we verified his sound mind and all those things, other ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഫാക്ട്സും ഫിറ്റ് ആകുന്ന ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ then it's a powerful document. പിന്നെ ഒന്നും ആർക്കും ചെയ്യാൻ പിന്നെ ആർക്കും ഒന്നും ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സാറ് പറഞ്ഞ പോലെ വിൽ ഇസ് എ വെരി പവർഫുൾ ഡോക്യുമെൻറ്റ്. പിന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർ വിൽ എഴുതാൻ ഹെസിറ്റേറ്റ് ചെയ്യുന്നത്? ഞാൻ കഴിഞ്ഞ സെഷന് ശേഷം വിൽ എഴുതണം എന്ന് തീരുമാനിച്ച് എന്തുകൊണ്ട് എഴുതിയില്ല? സമയക്കുറവെന്നുള്ള എക്സ്ക്യൂസ് എനിക്ക് പറയാൻ പറ്റില്ല. ഞാനത് പ്രയോറിറ്റൈസ് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. ഇതിൻ്റെ ഒരു ഹ്യൂമൻ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബില്ല് എഴുതണം അല്ലേ, ഞാൻ ബില്ല് എഴുതിയില്ല, ടെൽ മീ എന്താണ് കോൺസിക്വൻസ്? ഇസ് ദെയർ എനി കോൺസിക്വൻസ് ഓൺ യു? ഓൺ യു? നോ, there is no consequence on you. നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോയി. അല്ലേ, and that consequence also not immediate. ഇന്ന് ഞാൻ ബില്ല് എഴുതിയില്ല, നാളെ ബില്ല് എഴുതിയില്ല, അടുത്ത ദിവസം ബില്ല് എഴുതിയില്ല. is there any impact on me? there is no immediate impact, no? Right. അല്ലേ? ആൻഡ് ഇതെൻ്റെ കണ്ടിന്യൂറ്റിനെ ബാധിക്കുന്നുമില്ല. ഞാൻ ബില്ല് എഴുതാതെ ഒരാൾ വീട്ടിലിരിക്കുന്നു, ഏതെങ്കിലും വൈഫ് വന്നു നിങ്ങളെന്താ ബില്ല് എഴുതാത്തത്? സോ ഇറ്റ് നെവർ എഫക്ട് മൈ കണ്ടിന്യൂറ്റി, ഇറ്റ് നെവർ ഇമ്പാക്ട് ഓൺ മീ. അല്ലേ, ഇതിൻ്റെ ശരിക്കും ഇതിൻ്റെ എഫക്റ്റഡ് പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയാണ്, വൈഫാണ്, മക്കളാണ്. അത് കാണാൻ നമ്മളില്ല അല്ലേ.
അപ്പോൾ ഇങ്ങനൊരു ഇമ്പാക്റ്റ് എനിക്ക് വരുന്നത് ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ സിംറ്റംസ് വന്നാൽ മാത്രമേ പെയിൻ വന്നാൽ മാത്രമേ നമ്മൾ ഹോസ്പിറ്റലിൽ പോകത്തുള്ളൂ. അതിന് മുമ്പ് പെയിൻ വരുന്നതിന് മുമ്പ് നമ്മൾ ഹോസ്പിറ്റലിൽ ഇൻ അഡ്വാൻസ് ആയിട്ട് പോകുമോ? ഇല്ല. സോ വിൽ കം ഇൻ ടു സിനാരിയോ, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം, വിൽ കം ഇൻ ടു സിനാരിയോ മോസ്റ്റ് ഓഫ് ദ ടൈം ആൾക്കാരുടെ വീട്ടിലൊരു പെയിൻ അവർ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ മാത്രം ചിന്തിക്കുന്നൊരു കാര്യമാണ്, ഓക്കെ അപ്പോൾ വിളിച്ചു പറയും സീത നമുക്കൊന്ന് ഇരിക്കാം, നമുക്കത് അവർക്കറിയാം ബില്ലാണെന്നുള്ളത്, പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ചിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ആ ഒരു ഹെസിറ്റേഷനാണ് നമുക്ക്, ഇതിൻ്റെ അവയർനെസ് ഇല്ല, ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ സാർ പറയുമ്പോഴാണ്, ഇത്രയും കാര്യം പറയുമ്പോഴാണ് ഇതിൻ്റെ എത്രത്തോളം ട്രിക്കി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ അതിലില്ല, നമ്മളതിൽ പാർട്ടിയല്ല. ഇപ്പോൾ എന്നോട് കഴിഞ്ഞ ഒരു റീസെൻ്റ്ലി ഒരാൾ പറഞ്ഞതാണ്, നമ്മൾ നോർമലി എന്താ പറയുക, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു മെസ്സേജാണ് എനിക്ക് കേട്ടപ്പോൾ തോന്നിയാണ്. നമ്മളെല്ലാവരും പറയും നമ്മൾ ജനിക്കുമ്പോൾ നമ്മളൊന്നും കൊണ്ടുവരുന്നില്ല, നമ്മൾ തിരിച്ചു പോകുമ്പോഴൊന്നും കൊണ്ടുപോകുന്നില്ല. ഒരു ബിസിനസ് ഓണറിൻ്റെ വൈഫാണ് പുള്ളിക്കാരത്തി, ഒരു മുസ്ലിമാണ്. പുള്ളിക്കാരത്താണ് നമ്മുടെ പിള്ളേരുടെ വാപ്പ, നമ്മളെല്ലാം പറയും ഈ ഒന്നും കൊണ്ടുവരുന്നില്ല, ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന്. അദ്ദേഹം പോകുമ്പോൾ എല്ലാം കൊണ്ടുപോയി. എല്ലാം കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഹി വാസ് റണ്ണിങ് എ വൺ മാൻ ഷോ ബിസിനസ്. അദ്ദേഹം പോയപ്പോൾ ബിസിനസ്സും ഇല്ല അല്ലേ. നമ്മൾ ചില വ്യക്തികൾ പോകുമ്പം പലപ്പോഴും നമ്മൾ വിചാരിക്കും വി ലീവ് അസെറ്റ്സ് വെൽത്ത് ബിഹൈൻഡ്. സംടൈംസ് ഇറ്റ്സ് നോട്ട് വെൽത്ത്, ഇറ്റ് ഈസ് നോട്ട് അസെറ്റ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മെസ്സാണ് ഫാമിലി കൊടുത്തിട്ട് പോകുന്നത്. വി ആർ ആക്ച്വലി ലീവിങ് എ ബിഗ് മെസ്സ് എന്ന് പറയുമ്പം ഇറ്റ്സ് ആക്ച്വലി കാണാൻ നോക്കുമ്പം നേരത്തെ പറഞ്ഞതുപോലെ പ്രോപ്പർട്ടി ഉണ്ടാവും, വീടുണ്ടാവും, കടമുറികളുണ്ടാവും, സ്ഥലങ്ങളുണ്ടാവും, പ്ലാന്റേഷൻ ഉണ്ടാവും, പക്ഷേ ഇതെല്ലാം കംപ്ലീറ്റ് മെസ്സാണ്. ആരും ഉപയോഗിക്കുന്നില്ല, ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ റീസെൻ്റ്ലി എനിക്കൊരു ക്ലയൻറ്റ് ഓസ്ട്രേലിയയിൽ നിന്ന് അവർ വന്നത്, ഷീ ഹാസ് ഗോട്ട് ദറ്റ് പ്രോപ്പർട്ടി ആസ് പെർ ഇൻഹെറിറ്റൻസിൽ വന്നതാണ്. 45 ഇയേഴ്സിൽ കേസ് നടത്തിയിട്ടാണ് അവർക്ക് കിട്ടുന്നത്. എന്നാൽ അവരുടെ പാരൻസ് നടത്തിയ കേസിൽ പ്രോപ്പർട്ടി കിട്ടുന്നത് ഗ്രാൻഡ് ചിൽഡ്രൻ. അതായത് ഒരു ജനറേഷൻ സ്കിപ്പ് ചെയ്തു. ഓക്കെ, ആൾ പറഞ്ഞ് എന്താണോ എൻ്റെ പാരൻസ് ആ ഒരു 45 വർഷം കേസ് നടത്തിയത് അത് എനിക്ക് വരാൻ പാടില്ല, ഈ പ്രോപ്പർട്ടി എത്രയും പെട്ടെന്ന് ബില്ല് എഴുതണം. 45 വർഷം ഒരു കേസ് നടത്തുന്നത് പറഞ്ഞാൽ ഇമാജിൻ, ഈ നടത്തിയ ആൾക്കാരൊന്നും ഇപ്പോൾ ഇല്ല. ഈ ഇടയ്ക്ക് ഒരു റീല് ഞാൻ കണ്ടപ്പോൾ ഞാൻ ശ്രീജിത്തിന് ഷെയർ ചെയ്തിരുന്നു, അബൌട്ട് എ ലേഡി സ്റ്റാൻഡിങ് ഇൻ ദ മിഡിൽ ഓഫ് ദ റോഡ് ഫൈറ്റിംഗ് ഫോർ ഹർ റൈറ്റ്സ്. അതൊരു വല്ലാത്തൊരു സോൾ സ്റ്ററിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് തന്നെ തോന്നി. കംപ്ലീറ്റ് ലെഫ്റ്റ് അലോൺ അല്ലേ. അതെ, ആരും സഹായിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ആൾ അങ്ങനെ. അത് ഷീ വാസ് ഒരു പ്രൊട്ടസ്റ്റ് നടത്തുമായിരുന്നു. ഓർ ഷീ വാസ് സേയിങ് ദാറ്റ് ഓവർ പ്രോപ്പർട്ടി ഷീ വാസ് നോട്ട് ഗെറ്റിംഗ് ആക്സസ് ടു ദ പ്രോപ്പർട്ടി. സ്റ്റഡി ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഷി വാസ് എ മുസ്ലിം ലേഡി. ആൾക്കുള്ളത് പെൺകുട്ടികളാണ്. ആസ് പെർ ന്യൂസ് മീഡിയ മനസ്സിലാക്കിയത് ഞാൻ പെൺകുട്ടികളാണ്. അപ്പം ആസ് പെർ മുസ്ലിം ഷരിയ ലോ പെൺകുട്ടികൾക്ക് കിട്ടുന്നത് 2/3 ആണ്. പെൺകുട്ടികളാണെങ്കിൽ, ഒരു പെൺകുട്ടിയാണെങ്കിൽ 50%, വൈഫിന് 12.5%. അപ്പോൾ പ്രാക്ടിക്കലി ഒരു 80% അടുത്തുള്ള ഒരു പ്രോപ്പർട്ടി റൈറ്റ്സ് മാത്രമേ ഈ വൈഫിനും മകൾക്കുമായിരുന്നു. എന്തായാലും അവർ പ്രായമായി, അവരും പോകുവാണ്. അപ്പോഴും ബാക്കി വരുന്നത് 62.5% മാത്രമേ ഈ പെൺകുട്ടികൾക്ക് കിട്ടുന്നുള്ളൂ, രണ്ടുപേർക്കും. അപ്പോൾ ബാക്കി 37% പോകുന്നത് പ്രാക്ടിക്കലി ഈ പറയുന്ന സിബ്ലിങ്സിലേക്കാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ആൾ അന്നത് എനിക്ക് അതാണ് ഞാൻ വായിച്ച ഒരു റിപ്പോർട്ട്. വെൻ ഇറ്റ് കംസ് ടു പ്രോപ്പർട്ടി റൈറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടി ഫൈറ്റ്സ് ഓവർ പ്രോപ്പർട്ടി, സെലിബ്രിറ്റീസിൻ്റെ കാര്യം പലപ്പോഴും മീഡിയയിൽ പൊന്തി വരാറുണ്ട്. ഈസ് ദർ എനിത്തിങ് ദാറ്റ് യു ഹാവ് ഒബ്സർവ് ക്ലോസ്ലി? ഇപ്പോൾ പേരെടുത്തില്ലെങ്കിലും യു ക്യാൻ ടോക്ക് അബൌട്ട് ദാറ്റ് സിറ്റുവേഷൻ വിച്ച് യു ഹാവ് സീൻ ആൻഡ് ഒബ്സർവ്ഡ്. സോ നമ്മൾ കാണുന്നത് കൂടുതലും സെലിബ്രിറ്റീസിൻ്റെ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഭയങ്കര വെൽത്തി ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ആൾക്കാർ, അതേസമയത്ത് വേറൊരു ആൾക്കാർ ഭയങ്കര ലയബിലിറ്റി ഉള്ള വേറൊരു സെറ്റ് ഓഫ് ആൾക്കാർ. കാരണം ഒരാൾക്കുടെ കയ്യിൽ ലയബിലിറ്റി ഉണ്ടാവും, വേറൊരാൾക്ക് വെൽത്ത് ഉണ്ടാവും. കാരണം എല്ലാവരും ഇതേ ഈക്വൽ ബാലൻസിൽ വെൽത്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ആർക്കും തന്നെ സക്സഷനെ കുറിച്ചിട്ടോ ഇതിനെക്കുറിച്ചിട്ടോ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ ഓൾമോസ്റ്റ് ഒരു ലയബിലിറ്റിയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നേരത്തെ പറഞ്ഞ അസറ്റ് മാത്രമല്ല നമ്മൾ മക്കൾക്ക് കൊടുക്കുന്നത്, ലയബിലിറ്റി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. നമ്മുടെ ലയബിലിറ്റി നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ലയബിലിറ്റി അങ്ങനെ തന്നെയാണ് പലപ്പോഴും അല്ലേ. ആ ലയബിലിറ്റി അങ്ങനെ തന്നെ പാസ് ഓൺ ആകുന്നത് മക്കൾക്കായിരിക്കും. ഓക്കെ, ഈ മക്കൾക്ക് ഇതിൽ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യല്ല. നിങ്ങളുടെ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ അവർ യാതൊരു ബന്ധം ഉണ്ടാവില്ല ചിലപ്പോൾ. പക്ഷേ വി ആർ ആക്ച്വലി ഗിവിങ് ദാറ്റ് കൈൻഡ് ഓഫ് എ മെസ് ടു ദ ഫാമിലി.
അഗെയിൻ യു കം ടു ദ വെൽത്ത് സൈഡ്. ഈ വെൽത്തിനെ പറ്റി എനിക്കറിയില്ല എത്ര പേർക്ക് ഇതിനെപ്പറ്റി ധാരണയുണ്ടെന്ന്. ഹൗ യു പ്രൊട്ടക്ട് ദ വെൽത്ത്. പലപ്പോഴും എല്ലാവർക്കും ഉണ്ടത് കൂടുതൽ ലാൻഡ് പാർസൽസ് ആണ്. ലാൻഡ് പർച്ചേസസ് ആണ് കൂടുതൽ ഉണ്ടാവുക. കാരണം ഓപ്പണായിട്ട് പറയുമ്പോൾ അവിടെയാണ് അവർക്ക് ആക്ച്വലി വന്നിട്ട് പലതും മാനേജ് ചെയ്യാൻ പറ്റുന്നത്. നോട്ട് ഇൻ ദ ഷെയർ മാർക്കറ്റ് ഓർ മ്യൂച്വൽ ഫണ്ട് അതുപോലത്തെ ഫിനാൻഷ്യൽ അസറ്റ്സ് വളരെ കുറച്ചാണ്. വളരെ കുറച്ച് പേര് മാത്രമേ ഒരു പ്രൈവറ്റ് കമ്പനികളിലോ അതെല്ലാം മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തെടുക്കും. അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അവരുടെ തന്നെ സെക്ടറിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുക. Production company, distribution company, they will do more and more investment in their own vehicle. They never invest in the other vehicle. അപ്പോൾ ഇതെല്ലാം മൊത്തത്തിൽ ഇങ്ങനെ വന്ന് ഇതിനെ ഒരു ഹാൻഡ് ഓവർ ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു മെക്കാനിസം പല ആൾക്കാരുടെയും ഇല്ല. അപ്പം അവിടെയാണ് നേരത്തെ പറഞ്ഞ പ്രൈവറ്റ് ട്രസ്റ്റ് പോലത്തെ ഒരു വെഹിക്കിൾസ് ഒക്കെ അവർക്ക് സൂട്ടാകുന്നത്. അറ്റ്ലീസ്റ്റ് ഞാൻ മാൻഡേറ്ററി ആയിട്ട് പറയാം, നിങ്ങളൊരു ബില്ല് ഉണ്ടാക്കുക. ഇപ്പം നാഷണൽ ലെവൽ നമ്മളൊരു ഡിസ്പ്യൂട്ടിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നടക്കുന്നത് കരിഷ്മ കപൂറിന്റെ ഹസ്ബൻഡ് മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ എക്സ് ഹസ്ബൻഡ് മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഭയങ്കര കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. ആൻഡ് ഇപ്പോഴും കേസ് കോടതി തന്നെയാണെന്ന് തോന്നുന്നത്. ഫ്യൂ conversations around that. Have you observed this? No, അത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ ആള് സഡൻ ഡെത്ത് ആയിരുന്നു. ഇറ്റ് വാസ് ആൻ ആക്സിഡന്റൽ ഡെത്ത്. Okay, and I understand the bill was actually been drafted a couple of months before the death. Okay. And he was young, healthy, very young, and healthy, very fit. Yeah, very fit. Okay, and no succession plan as it is. അപ്പം ഈ ടെക്നിക്കലി ഹിന്ദു, വൈഫിന് റൈറ്റ്സ് ഉണ്ട്, മക്കൾക്ക് റൈറ്റ്സ് ഉണ്ട്, ആൻഡ് മദറിന് റൈറ്റ്സ് ഉണ്ട്. മക്കൾ എന്ന് പറയുമ്പം കരിഷ്മ കപൂറിൽ 2 കുട്ടികളുണ്ട്, ഇപ്പോഴത്തെ പുതിയ വൈഫിൽ 1 കുട്ടിയുണ്ട്. അപ്പം ടെക്നിക്കലി കരിഷ്മ കപൂർ ഈസ് നോ പാർട്ടി ടുവേർഡ്സ് ഇറ്റ്. കാരണം ആള് വൈഫല്ല. അപ്പോൾ കരിഷ്മ കപൂറിൻ്റെ മക്കൾ പാർട്ടിയാണ്. അപ്പോൾ ടെക്നിക്കലി ഇദ്ദേഹം മരിച്ച സമയത്ത് ബില്ല് എഴുതിയിരിക്കുന്നത് പുതിയ വൈഫിൻ്റെയും മകൻ്റെയും പേരിൽ മാത്രമാണ് പ്രോപ്പർട്ടി മുഴുവൻ എഴുതിയിരിക്കുന്നത്. അമ്മ ഇൻവോൾവ് അല്ല. 3,000 crore അടുത്തെങ്ങാനും ഉണ്ട് പ്രോപ്പർട്ടി. ഓക്കെ, ദ ഹോൾ വെൽത്ത് ഈസ് ആക്ച്വലി ട്രാൻസ്ഫർഡ് ബൈ വേ ഓഫ് എ ബിൽ. അപ്പോൾ ആ ബില്ലിനെ കരിഷ്മ കപൂറിൻ്റെ മക്കൾ ചലഞ്ച് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ അമ്മ ചലഞ്ച് ചെയ്യാണ്, ഈവൻ സിസ്റ്ററും ചലഞ്ച് ചെയ്തു. പക്ഷേ കോടതി പറഞ്ഞു സിസ്റ്റർ ഇസ് നോട്ട് എ പാർട്ടി, പ്ലീസ് ലീവ്. ഇടയിൽ വന്നിട്ട് സിസ്റ്ററും ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിരുന്നു, യു ആർ നോട്ട് എ പാർട്ടി, അപ്പോൾ യു ലീവ്. ടെക്നിക്കലി ഇപ്പോൾ ഈ കേസ് നിൽക്കുന്നുണ്ടോ, ഇറ്റ് വിൽ ടേക്ക് അനദർ 10-15 years ടു ക്ലിയർ ഇറ്റ് ഓഫ്. അത്രയും എഡ്യൂക്കേറ്റഡും അത്രയും നോളജബിളുള്ള ആൾക്കാർ വരെ സക്സഷൻ ചെയ്തില്ല. കാരണം ഇതെല്ലാം ചെയ്യാം എന്ന് പറയുന്നത് പോലെ തന്നെ നോർമലി അഗെയിൻ ദേ വിൽ ജസ്റ്റ് പാസ് ഓൺ ടുമോറോ. അതുപോലെ ധർമ്മേന്ദ്ര, അദ്ദേഹത്തിന്റെ പാസിംഗ് അവേ ശേഷം ഒരു വില്ലുണ്ട് എന്നുള്ളൊരു സംസാരമുണ്ട്. അവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടോ എന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ല. പക്ഷെ അവിടെയും ഇവരുടെ എല്ലാവരുടെയും വില്ല് ഒരാളാണ് വില്ലും കൊണ്ടുവരുന്നത്. എഗെയിൻ എവിടെയാണ് ഈ കോൺഫ്ലിക്റ്റ് വരുന്നത് പറയുമ്പം അവിടെ അതർ ലീഗൽ ഏജ് ആർ ദർ മക്കള്. യെസ് ഗോട്ട് ഫ്യൂ ചിൽഡ്രൻ റൈറ്റ് അല്ലേ. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഇതിൻ്റെ അസറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്നതിനെ പറ്റിയിട്ട് ക്ലാരിറ്റി അദ്ദേഹത്തിന് ഉണ്ടാകും. ആ ക്ലാരിറ്റി ചിലപ്പോൾ മക്കൾക്കുണ്ടാകുന്നില്ല. അപ്പോൾ എല്ലാവരുടെ പേര് ആ ബില്ലിൽ ഉണ്ടായിരുന്നെങ്കിൽ അവരെല്ലാവരും കൂടി അങ്ങ് ചെന്ന കാര്യം അവിടെ കഴിഞ്ഞേനോ അല്ലേ? അല്ല, ബില്ലിൽ പേരുണ്ടാകാം, പക്ഷെ കൊടുത്ത പ്രൊപ്പോർഷൻ മാറിയിട്ടുണ്ടാവാം. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പം പ്രാക്ടിക്കലി പറഞ്ഞാൽ നമുക്ക് പറയുകയാണ്, അവിടെ ഒരു സ്ഥലമുണ്ട് അല്ലേ, 1 ഏക്കർ സ്ഥലമുണ്ട്. ആ 1 ഏക്കർ സ്ഥലം 3 മക്കൾക്കാണ്. ഓക്കെ, വളരെ സിമ്പിളായി അല്ലേ, 3 മക്കൾക്ക് 1 ഏക്കർ ഡിവൈഡഡ് ബൈ 3. ദ ക്വസ്റ്റ്യൻ വിൽ കം വന്നിട്ട് ഹു വിൽ ടേക്ക് വിച്ച് പോർഷൻ അല്ലേ, ഫ്രണ്ട് ആണോ, മിഡിലാണോ, ബാക്കിലാണോ? അത് ആലോചിച്ചില്ല. പക്ഷേ എന്താ, ആ 1 ഏക്കർ സ്ഥലം 3 മക്കൾക്ക് എഴുതി വെച്ചു. ഇത് എങ്ങനെയാ എന്ന് എഴുതി വെച്ചില്ല. അത് അവിടെയാണ് തല്ലാവണത്. അപ്പോൾ എനിക്ക് ഫ്രണ്ടിലത്തെ സ്ഥലം വേണം, പുറകിലത്തെ സ്ഥലം എനിക്ക് വേണ്ട. അപ്പോൾ അതിന് വഴി വേണം. അപ്പം അവിടെ ഇൻ ബിറ്റ്വീൻ ഇവിടെ സംസാരിക്കാനുള്ള കൺട്രോളുള്ള ആരുമില്ല. ഞാൻ എപ്പോഴും പറയുന്നത് 2 സിബ്ലിങ്സ് തമ്മിൽ, 2 ചേട്ടൻ അനിയന്മാർ തമ്മിൽ ഫിനാൻഷ്യലി യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. ഓക്കെ, ഒരു 45-50 വയസ്സ് കഴിഞ്ഞ ഒരു ഫാമിലി അല്ലേ, നോർമലി 90% ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫിനാൻഷ്യൽ സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. ഫിനാൻഷ്യൽ സപ്പോർട്ട് വന്നിട്ട് ഒരു 5 ലക്ഷം 10 ലക്ഷം രൂപ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടം, അങ്ങനത്തെ പരിപാടി ഉണ്ടാവില്ല. വളരെ റയറായിരിക്കും. അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഭയങ്കര ബോണ്ടിങ് ഉള്ള ഫാമിലിയിൽ മാത്രമേ പോയി പറയത്തിന് എനിക്കൊരു 5 ലക്ഷം രൂപ കിട്ടും. ഞാൻ പറഞ്ഞ ലോജിക്ക് മനസ്സിലായി. ഓക്കെ, നോർമലി നെവർ ആസ്ക്. ഓക്കെ, കാരണം അതേ സമയത്ത്
ഫാദറിൻ്റെ ഒരു 5 ലക്ഷം 10 ലക്ഷം രൂപ ഉണ്ടല്ലോ, ആ ഈ 2 സിബ്ലിങ്സ് വിട്ടുകൊടുക്കില്ല. കാരണം അത് കോമൺ അസറ്റാണ്. അവർക്ക് പ്രാക്ടിക്കലി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് എ മണി, ഇറ്റ്സ് ഓൾ അബൌട്ട് ലെഗസി. പീപ്പിൾ മേ പക്ഷെ നമ്മൾ കാണുമ്പോൾ എന്താ പറയുക, ചേട്ടന്മാർ തമ്മിൽ സ്വത്തിന് വേണ്ടി അടി ഉണ്ടാക്കുന്നു. അതാണല്ലോ സംസാരിക്കുന്നത് അല്ലേ, സ്വത്തിന് വേണ്ടി ഇവർ അടി ഉണ്ടാക്കുന്നു എന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി നോട്ട് ഫൈറ്റിംഗ് ഫോർ ദാറ്റ്, ദേ ആർ ഫൈറ്റിംഗ് ഫോർ ദ ലെഗസി, ദേ ആർ ഫൈറ്റിംഗ് ഫോർ എ ജസ്റ്റിസ്, ദേ ആർ ഫൈറ്റിംഗ് ഫോർ ദ ലവ്. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളപ്പോൾ വാട്ട് ഡു ദ കിഡ്സ് ഡു, വാട്ട് ഡസ് എ ഫാദർ ഡു? ഇവരെ 3 പേരെ ഇരുത്തി സംസാരിപ്പിക്കണം. അതെ, അതുപോലെ തന്നെ ബില്ലില് എക്സിക്യൂഷണേഴ്സ് ആയിട്ട് ഇവർ 3 പേരുടെ പേര് വെക്കണം. ഈ 2 കാര്യങ്ങളും ചെയ്തിരിക്കണം. ഉറപ്പായിട്ടും ഈ എക്സിക്യൂഷൻ സമയത്ത് ഈ ഫാദറിന് ക്ലിയർ ആയിട്ട് ഒരു അതോറിറ്റി വോയിസ് ഉണ്ടാവും. ഫാദറിന് മാത്രമേ ഒരു ഫാമിലിയിൽ ഒരു അതോറിറ്റി വോയിസും ഒരു കൺട്രോൾ വോയിസും ഉണ്ടാവും. കൃത്യമായിട്ട് പറയും, ആക്ച്വലി ദിസ് ഇസ് ദ ഹോൾ പ്ലോട്ട്, ഐ ആം ഗിവിങ് യു ദിസ് പോർഷൻ ടു യു ആൻഡ് ദിസ് പോർഷൻ ടു യു ആൻഡ് ഫ്രണ്ട് പോർഷൻ ടു യു. ഫ്രണ്ടിൽ വരുവാണെങ്കിൽ ഐ വിൽ ഗിവ് യു 20 cents ടു യു. നിനക്ക് ഫ്രണ്ട് ആണെങ്കിൽ ഇവിടെ ഞാൻ നിനക്ക് നടുക്കാണെങ്കിൽ നിനക്ക് ബാക്കിൽ 30 തരാം. ഓക്കെ, ഇത് നിനക്ക് തരാം. ഇവരാരും കമാന്നൊരു അക്ഷരം പറയില്ല. ഡു യു തിങ്ക് എനിവൺ സേ ദാറ്റ്? ഓക്കെ, വന്നിട്ട് എനിക്ക് കുറഞ്ഞു പോയി കൂടിപ്പോയിന്ന്. എന്നിട്ട് ഇവരുടെ 3 പേരുടെ പേരിടണം. 3 പേരുടെ പേര്. അപ്പോൾ അവിടെ കാര്യം ഇല്ല, പ്രശ്നം വരുന്നില്ല. സി എൻഡ് ഓഫ് ദ ഡേ നമ്മളൊരു കമ്പനിയിൽ ഇവൻ്റെ പെർഫോമൻസ് അപ്രൈസർ നടത്തിയിട്ട് ക്ലാരിറ്റിയോട് കൂടി പറയാണ് ഇതാണ് നിൻ്റെ ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇയർ എൻഡ് കഴിഞ്ഞിട്ട് ഐ എക്സ്പെക്ട് X value as a bonus, I am getting a Y value as a money, then I'm not happy. That makes sense. Also, I heard of something else. ഇപ്പോൾ ലിവ് ഇൻ റിലേഷൻഷിപ്സ് ഒത്തിരി കൂടി വരുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈയിടയ്ക്ക് ഞാൻ എവിടെയോ ഒരു ജഡ്ജ്മെൻറ്റ് കേട്ടു. ഇറ്റ് സഡൻലി പോപ്ഡ് അപ്പ് ഇൻ മൈ മൈൻഡ് ദാറ്റ് ഒരു സ്ത്രീക്ക് വൈഫിൻ്റെ ലീഗൽ റൈറ്റ്സ് കൊടുക്കേണ്ടി വരും ഇൻ കേസ് ഇഫ് ദാറ്റ് ലേഡി ഹാസ് ബീൻ ഇൻ എ ലോങ് ടേം റിലേഷൻഷിപ്പ്, ലിവ് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് ദ പാർട്ട്ണർ. അതും വന്നിട്ടുണ്ട്. For she get the legal rights on the maintenance part. On the maintenance part. She may not be a legal heir. She will not be a legal heir still. Marriage is a contract. Okay. Okay. Ideally നമുക്ക് അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് എന്നത്, നമ്മളൊരു മാരേജ് എന്ന് പറയുന്നതിന് എവിഡൻസ് ഇല്ലെങ്കിൽ നമ്മൾ എവിഡൻസ് പല രീതിയിലും കാണിക്കാം. മേ ബി പാസ്പോർട്ടിലുണ്ടാവാം, അല്ലേ, മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. എനിക്കൊരു ക്ലൈൻ്റ് ഉണ്ട്, ജസ്റ്റ് ഒരു ഐ ഡോണ്ട് വോണ്ട് ടു, ആളുടെ ഫസ്റ്റ് വൈഫ് സുഖമില്ല. ഓക്കെ, ബട്ട് നോട്ട് ഡൈവേഴ്സ്ഡ്. ഹി സ്റ്റിൽ ടേക്ക് കെയർ ദാറ്റ് വൈഫ്. So legally she is a wife. She is a wife. ആള് രണ്ടാമത് കല്യാണം കഴിച്ചു. രണ്ടാമത്തെ കല്യാണം പറ്റൂ അല്ല, കല്യാണം കഴിച്ചു ആള്, വിത്ത് ഫാമിലി കൺസെൻറ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഓക്കെ, ആളുടെ 2 മക്കളെ നോക്കിയത് ഈ വൈഫാണ്. സെക്കൻഡ് വൈഫാണ്. കല്യാണം കഴിച്ച ഉടനെ തന്നെ 2ാമത്തെ കുട്ടി ആയപ്പോൾ തന്നെ ആൾക്ക് ഫസ്റ്റ് വൈഫിന് അസുഖമായി മെന്റലി, ബട്ട് സ്റ്റിൽ ഹി ടേക്കിംഗ് കെയർ ദാറ്റ് വൈഫ് ആൻഡ് ഹി മാരീഡ് ദാറ്റ് സെക്കൻഡ് പേഴ്സൺ. പേപ്പറും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഒരു അസറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്, സംതിങ് ഹാപ്പൻ ടു ഹിം, ഈ ആൾക്കൊന്നും കിട്ടില്ല, കാരണം ആള് ലീഗൽ വൈഫ് അല്ല. സോ ദാറ്റ് ഈവൻ ലെറ്റ്സ് ഗോ ലിറ്റിൽ സ്റ്റെപ്പ് ഡീപ്പർ. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, പല സ്ത്രീകളോട് ഞാൻ സംസാരിക്കുമ്പോൾ, ഞങ്ങൾ കല്യാണം കഴിച്ചു, പക്ഷെ കല്യാണം കഴിച്ചതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രൂഫ്, ഒരു ലീഗൽ വൈഫ് എന്നുള്ള പ്രൂഫ് ഉണ്ടായിരിക്കില്ല. സോ വുഡ് യു ബി ഏബിൾ ടു ഗിവ് സം ഇൻസൈറ്റ് അബൌട്ട് ദാറ്റ് ഇസ് ടു യുനോ, ഈ പല സ്ത്രീകൾ പെട്ടുപോകുന്ന അതുകൊണ്ടാണ്. അതെന്തൊക്കെയാണ് പ്രൂഫ്സ്? One is a photograph. One is basically maybe നമ്മൾ ചേർച്ചിലോ അല്ലെങ്കിൽ അമ്പലത്തിലോ എവിടെയെങ്കിലും രജിസ്ട്രേഷൻ ഉണ്ടാവും. Okay. അവിടെ കാരണം ചുമ്മാ പോയിട്ട് നമുക്കൊരു അമ്പലത്തിൽ പോയിട്ട് കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. സോ ഫസ്റ്റ് യു നീഡ് ടു ഗെറ്റ് ദ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ ഉണ്ട് അവിടെ ഉണ്ടാവും. ഇന്നത്തെ ദിവസം മാരേജിന് വേണ്ടി നമ്മളൊരു പുഷ്പാഞ്ജലി കഴിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേരിലാണല്ലോ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത്, ചിട്ട് കാണുമല്ലോ. അതുപോലെ ഇതിനൊരു ചീട്ട് ഉണ്ടാവും. ഓക്കെ, പിന്നെ അന്നത്തെ ഇവന്റിന് വന്ന ആൾക്കാരുടെ എവിഡൻസ്, ഡോക്യുമെന്റ്, ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, അവിടെ നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ടാവും ഇവിടെ നമ്മൾ ഈ മാരേജ് നടന്നു എന്നുള്ളത്. പിന്നെയാണ് നമ്മൾ പോയിട്ട് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ടൊക്കെ മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കുന്നതുണ്ടാവും. ഈവൻ ചില ദേവസ്വം ബോർഡിലൊക്കെ വന്നിട്ട് നമ്മൾ ഡോക്യുമെന്റും അതും മാരേജ് ആയിട്ട് മാറും. പക്ഷേ ഈ ലിവിങ് റിലേഷൻഷിപ്പിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു തരത്തിലും എവിഡൻസ് ഇല്ല. കാരണം ചിലപ്പം ഒരു മാരേജ് ചെയ്തു, ഡൈവേഴ്സ് ഈസ് ഇൻ ദ പ്രോസസ്, സ്റ്റിൽ യു കണ്ടിന്യൂ ടു ഹാവ് എ ലിവിങ് റിലേഷൻഷിപ്പ്. മറ്റേ ഡൈവേഴ്സ് കിട്ടിയിട്ടുണ്ടാവില്ല, ബട്ട് ദ പേഴ്സൺ കണ്ടിന്യൂ ടു ഹാവ് എ ലിവിങ് റിലേഷൻഷിപ്പ്. അപ്പോൾ എന്തെങ്കിലും സംതിങ് ഹാപ്പൻ, ലീഗൽ വൈഫ് കേസ് നടക്കുന്ന വൈഫ് തന്നെയാണ് റിയൽ വൈഫ്.
if any asset distribution, she's still a wife. Until unless you never get a decree of the divorce, she remains to be your wife. I think this is something which all men and women should pay attention to because നമ്മൾ പലപ്പോഴും സമൂഹത്തിൽ ഇപ്പോൾ ഭയങ്കര ഒരു ഫ്ലൂയിഡിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും വരുന്നതുകൊണ്ട് പീപ്പിൾ ഡു ടേക്ക് സർട്ടൻ ഡിസിഷൻസ് ഇൻ ദർ ലൈഫ്സ് ആൻഡ് ബട്ട് ബൈ ലോ എവറിഥിങ് ഇസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. വളരെ ക്ലിയർ ആണ്. That brings us to this latest trend of the income source. ഇത് കഴിഞ്ഞ 10 വർഷത്തിൽ വന്നിരിക്കുന്ന ഒരു ഡെവലപ്മെൻ്റ് ആണ് ശ്രീജിത്ത്, വിച്ച് ഇസ് ഐ തിങ്ക് എ ഹ്യൂജ് ഇൻകം സോഴ്സ് ഫോർ lakhs of people, which is digital assets. അതൊരു വേറെ തന്നെ ഒരു ലോകമാണ് തുറന്നിരിക്കുന്നത്. How does that add to the complication, if I may ask? When you talk about wealth, people relate to real estate, okay. Gold, shares, mutual fund, company assets. അതാണ് നമ്മുടെ മനസ്സിലുള്ള അസറ്റുകൾ. വീട്, പറമ്പ്, ഇതൊക്കെയാണ് അസറ്റ് എന്ന് പറയുന്നത്. ഇന്ന് ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഫിനാൻഷ്യൽ അസറ്റ്സ്, വിച്ച് ഈസ് ബേസിക്കലി ഷെയർസ്, മ്യൂച്വൽ ഫണ്ട്, ഓൾ ദോസ് തിങ്സ്. വളരെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസറ്റ് പോർട്ട്ഫോളിയോ, ലൈക്ക് യു പീപ്പിൾ ഓൾസോ ബി വെരി ഇൻഫ്ലുവൻസേഴ്സ്, സോ മെനി ഇൻഫ്ലുവൻസേഴ്സ് ആർ ഇൻ ദ കൺട്രി ആൻഡ് ദർ സോഴ്സ് ഓഫ് ഇൻകം ഈസ് ബേസിക്കലി ദ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. കറക്റ്റ്. ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള നാളെ നമുക്ക് ശേഷം ആര് ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നോക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ഐഡിയലി നമുക്ക് പിന്നീട്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആ ഒരു പേജിൽ പിന്നീട് നമുക്ക് പോസ്റ്റ് ഒന്നും ഇടാൻ പറ്റില്ല. യു മൈറ്റ് ബി ഹാൻഡിങ് ഓവർ ദാറ്റ് പർട്ടിക്കുലർ social media account to maybe your husband or a wife or a daughter or a son. Practically they can't put more post on the same account. അതായത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആർക്കും എൻ്റെ സോഷ്യൽ മീഡിയയിൽ അത് യൂസ് ചെയ്യാനോ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാനോ റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള അതിൽ നിന്ന് റവന്യൂ, എക്സിസ്റ്റിംഗ് അക്കൗണ്ടിൽ നിന്ന് എന്തെങ്കിലും റവന്യൂ വരുവാണെങ്കിൽ യു വിൽ ഗെറ്റ്. യു ക്യാൻ ആക്ച്വലി യൂസ് ഇറ്റ് ആസ് എ മെമ്മറീസ് അക്കൗണ്ട്. There is an option you can keep it as a for your the memory of that person. You can maintain that account. That is something you need to give a separate request to say that this particular person is passed away. I would like to keep it as on the memory of my father, memory of my mother. അങ്ങനെ നമുക്ക് അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം എ മെമ്മറൈസ് അക്കൗണ്ട് പോലെ അവിടെ മാറും. അല്ലാതെ അഡീഷണൽ പോസ്റ്റ് ഒന്നും ഇടാൻ പറ്റില്ല. ഇന്ന് ടുഡേ എ ഈസ് ദ റൈറ്റ്. നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്ന ഇതേപോലെ തന്നെ നാളെ ഇതേ പല പല ടോപ്പിക്കുകൾ ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് വീഡിയോ എല്ലാ മാസവും ഇടാലോ. പോസിബിലിറ്റീസ് അല്ലേ? സോ അങ്ങനെയൊന്നും പറ്റില്ല. കംപ്ലീറ്റ്ലി. ആൻഡ് നോട്ട് ഓൺലി ഡിജിറ്റൽ അസെറ്റ്സ്, നോട്ട് ലൈക്ക് ദാറ്റ് ഓൺലി OTT, നമ്മുടെ പ്ലാറ്റ്ഫോംസ് അല്ല, OTT അല്ല, നമ്മുടെ പ്ലാറ്റ്ഫോംസ് മാത്രമല്ല, സോഷ്യൽ മീഡിയ മാത്രമല്ല, ഇൻസ്റ്റാഗ്രാം, അതൊന്നും മാത്രമല്ല, നമ്മുടെ മൊബൈൽ ഫോൺ. ടെൽ മീ, വെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ആർക്ക് കൊടുക്കും? വൈഫിനെ ഏൽപ്പിച്ചിട്ട് പോകും. പകുതി ആണുങ്ങൾ ഒരിക്കലും മൊബൈൽ ഫോൺ, പകുതിയല്ല മുക്കാലും എന്ന് പറഞ്ഞോട്ടെ, മൊബൈൽ ഫോൺ ഒരിക്കലും വൈഫിനെ ഏൽപ്പിക്കൂല. അത് ഉറപ്പാണ്. നമുക്ക് ശേഷം ആരെങ്കിലും ആ മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്യുമല്ലോ. ശരിയാണ്. അപ്പൊ ആരെ ഏൽപ്പിക്കും? പാസ്വേഡ്സ് ഉണ്ട്, മൊബൈലിൽ OTT ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. നമ്മുടെ ഒരു കമ്പനി ഒരാളെ ഏൽപ്പിച്ചു, പക്ഷെ ഫോൺ വേറെ ഒരാളെ കയ്യിലുള്ള. കമ്പനി ഒരാളെ ഏൽപ്പിച്ചു, ബിസിനസ് ഒരാളെ ഏൽപ്പിച്ചു, പക്ഷേ ഇതിൻ്റെ ഈ മൊബൈൽ ഫോൺ വേറൊരാളുടെ കയ്യിൽ, വേറൊരു മകൻ്റെ കയ്യിലുള്ളത് അല്ലേ? അതിലാണ് OTT ഇതെല്ലാം വരുന്നത്, എല്ലാ കാര്യങ്ങളും, നമ്പറും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും അല്ലേ? Then it become a conflict. So you need to identify what all your assets. നമ്മൾ വെൽത്ത് എന്ന് പറയുമ്പോൾ യു നീഡ് ടു ആൻറ്റിസിപ്പേറ്റ് നോട്ട് യുവർ റിയൽ എസ്റ്റേറ്റ്, നോട്ട് യുവർ ബുക്സ്, ഇത് മാത്രമല്ല മറ്റുള്ളതും നമ്മുടെ അസറ്റാണ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. അതുപോലെ തന്നെയാണ് ക്രിപ്റ്റോ കറൻസീസ്. പലരും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ക്രിപ്റ്റോ കറൻസീസ്. ഹൗ ഡു യു സീ ദിസ് മാർക്കറ്റ് എക്സ്പ്ലോറിംഗ്? സോ ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കുന്ന ആൾക്ക് മാത്രമേ അറിയുള്ളൂ എന്താണ് ക്രിപ്റ്റോ കറൻസി എന്ന്. അതെ, മക്കൾക്കും വൈഫിനും ഒന്നും ഇതിനെപ്പറ്റി ധാരണയുണ്ട്. കാരണം ഇതൊരു തരം ചെയ്യുന്നത് തന്നെ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. എനിക്ക് ക്രിപ്റ്റോ കറൻസി ഉണ്ടെന്ന് വളരെ വളരെ കുറച്ച് പേര് മാത്രമേ ഓപ്പൺ ഫോറത്തിൽ വന്ന് പറയുള്ളൂ ഞാൻ അതിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. കാരണം പല രാജ്യങ്ങളിലും ക്രിപ്റ്റോ ഈസ് സ്റ്റിൽ നോട്ട് എ ലീഗൽ ഫോർമാറ്റ് ഓഫ് ഡൂയിങ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. വളരെ കെയർഫുള്ളായിട്ട് റിസ്കി ആയിട്ട് ചെയ്യുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബിസിനസ്സിൽ എല്ലാം നമ്മൾ ഇങ്ങനത്തെ ഒരു അസറ്റ്സും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോഴേ നമ്മുടെ ഫാമിലി ഈസ് നോട്ട് ഇൻവോൾവ്, ദ ആർ നോട്ട് അവെയർ അല്ലേ? അവിടെയൊക്കെ നമുക്ക് ഇതിൻ്റെ ആക്സസ് കൊടുക്കാനും ഇതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കാനൊക്കെ സോ ദാറ്റ്സ് എ ട്രാൻസിഷൻ ഇസ് എ ബിഗ് പെയിൻ. അപ്പോൾ ട്രാൻസിഷൻ ബിഗ് പെയിൻ ആകാനുള്ള കാരണം ഒരാളുടെ നോളജ് ലെവൽ ഇങ്ങനെയാണ്, ഓക്കെ, ഒരാളുടെ നോളജ് ലെവൽ ഇങ്ങനെയാണ്, ഓക്കെ. അപ്പോൾ ഇവിടെ ഈ നോളജ് ട്രാൻസ്ഫർ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ടു ഹാൻഡ് ഓവർ, റൈറ്റ്? ഓക്കെ, ആർക്കാ സമയമുണ്ടോ ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ?
പക്ഷെ ഇദ്ദേഹം എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഓട്ടോമാറ്റിക്കലി അത് വന്ന് ചിലപ്പോൾ ഇവിടെ വന്ന് വീഴാം. എനിക്ക് അവിടെ എന്താണോ ലെഫ്റ്റ് ഔട്ട് ആയത് അത് മാത്രമേ എനിക്ക് ക്യാരി ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഇവിടുന്ന് അത് ഇവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. So which means I think anybody who's doing business or any kind of work, അവരുടെ ഫിനാൻഷ്യൽ ഡീലിങ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫാമിലി മെമ്പേഴ്സ്, റെലവെൻ്റ് ആയിട്ടുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സിനും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ആൻഡ് ബില്ല് ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവരുമായിട്ട് ട്രാൻസ്പെറൻറ്റ് ആയിട്ട് ഇൻവോൾവ് ആയിരിക്കണം. കമ്മിങ് ടു NRIs, ഇപ്പോൾ NRIസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ കഴിഞ്ഞ കോൺവെർസേഷനിൽ കോമൻസിൽ അതിനെക്കുറിച്ച് സംസാരമുണ്ടായിരുന്നു. NRIs എങ്ങനെയാണ് പ്രോപ്പർട്ടി വില്ല് എഴുതേണ്ടത്? കാരണം വെളിയിൽ കുറച്ച് സെറ്റ്സ് കാണും, ഇന്ത്യയിൽ കുറച്ച് കാണും. അപ്പം അങ്ങനെയാണെങ്കിൽ രണ്ടിടത്തും വില്ല് എഴുതണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. സോ പ്രാക്ടിക്കലി രണ്ടിടത്തും എഴുതുന്നതാണ് നല്ലത്. വെൻ യു ഹാവ് എ റിയൽ എസ്റ്റേറ്റ്, എസ്പെഷ്യലി ഫോർ എക്സാമ്പിൾ ഇന്ന് ഒരുപാട് പേർക്ക് ദുബായിൽ ഫ്ലാറ്റ്സും വില്ലയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അവരെല്ലാവരും ദുബായിൽ തന്നെ ഒരു വില്ല് എഴുതുന്നത് മസ്റ്റാണ്. ഇറ്റ് ഡോണ്ട് കോസ്റ്റ് മച്ച് കമ്പയർ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് നമ്മുടെ ഈ പറയുന്ന വില്ല് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡോണ്ട് ബി മച്ച് ഓഫ് കോസ്റ്റ്. അപ്പം നമുക്ക് ഇവിടെ ഒരു വില്ല് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പ്രൊബേറ്റ് എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ കേരളത്തിൽ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. കേരളത്തിൽ നമ്മൾ ഹൈക്കോടതിയിൽ നമ്മളൊരു പ്രൊബേറ്റ് എടുക്കുന്നു. ഈ പ്രൊബേറ്റിൻ്റെ കോപ്പി എടുത്ത് വേണം നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഈ പ്രോപ്പർട്ടി എക്സിക്യൂട്ട് നടത്താൻ. സോ അതിനെക്കാട്ടും പ്രാക്ടിക്കലി ഓരോ രാജ്യത്തും അതാത് സ്ഥലത്ത് വില്ല് എഴുതി അതാത് സ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബി എ മച്ച് ഈസിയർ. ബട്ട് ഓൺലി തിങ് ഇറ്റ് യു എൻഷുർ, നമ്മൾ ഇന്ത്യയിലൊരു വില്ലുണ്ടാക്കി, കേരളത്തിലൊരു വില്ലുണ്ടാക്കി, നമ്മൾ ദുബായിൽ പോയിട്ടൊരു വില്ലുണ്ടാക്കുന്നു. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ വില്ല് ഈസ് വന്നിട്ട് വിച്ച് വൺ ഈസ് യുവർ ലാസ്റ്റ് വിൽ, ഏതാണ് നമ്മുടെ അവസാനത്തെ വില്ല്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? സോ നമ്മൾ ഇവിടെ ഒരു വില്ല് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ദുബായിൽ പോയിട്ടൊരു വില്ല് എഴുതുകയാണെങ്കിൽ ദുബായിയുടെ വില്ലിൽ ക്ലിയറായിട്ട് മെൻഷൻ ചെയ്യണം ഇത് എൻ്റെ അടുത്ത വില്ലാണ്, ഇത് ഈ റെഫറൻസ് വെച്ച് വേണമായിരിക്കും അവിടെ എഴുതാൻ. പക്ഷേ രണ്ട് വില്ലിൻ്റെ കണ്ടന്റ് സെയിം ആയിരിക്കണം? അതായത് അല്ല, കണ്ടന്റ് സെയിം അല്ല. ഞാൻ ഇവിടെ ഒരു വില്ല് എഴുതിയിട്ടുണ്ട്, ഇത് അതിൻ്റെ സബ്സിക്വൻറ്റ് വില്ലാണെന്ന് കൂടി റെഫറൻസിൽ വേണം എഴുതാൻ, ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആണെന്ന്. ഇല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വന്നിട്ട് വില്ലിനുള്ള പ്രത്യേകത, ഏതാണോ നിങ്ങളുടെ അവസാനത്തെ വില്ല് എഴുതിയത് ആ വില്ലിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ദാറ്റ് വിൽ ബിക്കം യുവർ വിൽ. അപ്പോൾ പ്രാക്ടിക്കലി ആ വില്ലിൽ അല്ലാത്ത എല്ലാ കാര്യങ്ങളും ഇൻഹെറിറ്റൻസ് ലോ പോലെ വരും. എൻ്റെ മണ്ടത്തരമാണോ എന്നറിയില്ല, ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇന്ത്യയിൽ ഒരു വില്ല് എഴുതണം, ദുബായിൽ വേറൊരു വില്ല് എഴുതണം, രണ്ട് വില്ലുണ്ടായിരിക്കും എന്നാണ്. അങ്ങനെയല്ല, ഒരു വില്ല് എഴുതി കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഒരു വില്ലാണ് അല്ലേ, ഇതിൻ്റെ കണ്ടിന്യൂറ്റി ആണ് ദുബായിലെ വില്ല്. ഓക്കെ, അപ്പോൾ ദെൻ യു നീഡ് ടു മെൻഷൻ എൻ്റെ മറ്റുള്ള പ്രോപ്പർട്ടിക്ക് ഞാൻ അവിടെ ഓൾറെഡി ഈ ഒരു വില്ല് എഴുതിയിട്ട് എന്നത്തെ സാർ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ നെക്സ്റ്റ് വില്ല് കണ്ടിന്യൂറ്റി വില്ലാണ്. ഇറ്റ്സ് എ കണ്ടിന്യൂറ്റി. ഓക്കെ, സോ അസ്യൂം വന്നിട്ട് എൻ്റെ വില്ല് എന്ന് പറയുമ്പം പീപ്പിൾ ഓൾവേസ് കൺസിഡർ യുവർ ലാസ്റ്റ് വിൽ. ഓക്കെ, അസ്യൂം ഇവിടെ ഞാൻ 2022 ഒരു വില്ല് എഴുതി, ദുബായിൽ പോയിട്ട് 2026 ഒരു വില്ല് എഴുതി. അപ്പോൾ പ്രാക്ടിക്കലി വൺ ക്യാൻ സേ ദാറ്റ് യുവർ 2026 വിൽ ഈസ് യുവർ ലാസ്റ്റ് വിൽ, റൈറ്റ്? അല്ല, അങ്ങനെ അന്ന് വില്ല് എഴുതുമ്പോൾ എനിക്കറിയാലോ ബാക്കിയുള്ള പ്രോപ്പർട്ടി. നമ്മളൊരു വില്ലിൽ ആ വില്ലിൻ്റെ റെഫറൻസ് എന്തായിരിക്കും എഴുതായിരിക്കണം. ഇല്ലെങ്കിൽ ദാറ്റ് ബിക്കം യുവർ ലാസ്റ്റ് വിൽ. പീപ്പിൾ ക്യാൻ ചാലഞ്ച് എ വിൽ. നോ, why unnecessarily we give an option to challenge a will? Srijit, you are running multiple verticals also alongside, and you have so much of insight about businesses. What in your understanding is the most complicated situation or a business when it comes to writing a will? ഏത് തരത്തിലുള്ള ബിസിനസ്സിൽ ഡാപ്പിൾ ചെയ്യുന്ന ആൾക്കാർക്കാണ് വില്ല് എഴുതുക ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളത്? ബിസിനസ് നടത്തുന്ന സമയത്ത് വിൽ ഈസ് നോട്ട് എ സൊല്യൂഷൻ. ഓക്കെ, വില്ല് എഴുതുന്ന സമയത്ത് നമ്മൾ വില്ലിൽ നമ്മുടെ അസറ്റിനെ കുറിച്ചാണ് നമ്മൾ എഴുതുന്നത്, നമ്മുടെ കമ്പനിയുടെ ഷെയർ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിസിനസ് കേരളത്തിൽ റൺ ചെയ്യുന്നത് പല വെർട്ടിക്കളിലാണ്. പ്രൊപ്പർട്ടർഷിപ്പ്, പിന്നീട് പാർട്ട്ണർഷിപ്പ്, LLP, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന പാർട്ട്ണർഷിപ്പ് ഫേമും LLPയിലൊക്കെ വരുന്നത് നമ്മുടെയൊക്കെ പാർട്ട്നേഴ്സാണ്. അപ്പം നമുക്ക് ശേഷം ഈ പാർട്ട്ണർഷിപ്പ് റൈറ്റ്സ് ആണ് നമ്മൾ ഫാമിലിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രാക്ടിക്കൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട് ഇവരെ കൊണ്ടുവരാൻ. കാരണം ഇവർ ബിസിനസ്സിലില്ല. ഒരു പ്രൊപ്പറേറ്റർ ഫോർ എക്സാമ്പിൾ, പേര് പറയുന്നില്ല, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ടെക്സ്റ്റൈൽ, ഓക്കെ അല്ലേ, ചിലപ്പോൾ അവരുടെ ബിസിനസ് ചിലപ്പോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഫേമിലായിരിക്കും. ഇല്ല, ആ പ്രൊപ്പറേറ്റർഷിപ്പ് ഫേം എന്ന് പറയുന്നത് അത് ഇൻഡിവിജ്വൽ അസറ്റാണ്. അവർക്ക് ശേഷം അത് ആര് നടത്തുമെന്ന് പറഞ്ഞ് വലിയ ചോദ്യമായിരിക്കും. കാരണം പ്രൊപ്പറേറ്റർഷിപ്പ് പാൻ നമ്പർ തന്നെ പ്രൊപ്പറേറ്റർ ആണല്ലോ, അത് കഴിഞ്ഞാൽ ബിസിനസ് കഴിഞ്ഞു. അവർക്ക് ശേഷം അതൊരു ബ്രാൻഡാണ്, പക്ഷെങ്കിൽ അത് മൊത്തം ഒരു പ്രൊപ്പറേറ്റർഷിപ്പാണെന്ന് വിചാരിച്ചോളൂ. അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ പാർട്ട്ണർഷിപ്പ്, ആ പാൻ കഴിഞ്ഞു, ആ പാൻ നമ്പർ കഴിഞ്ഞു,
Okay. Individual. Now, family has to come. Right. How they will run the show. അവർക്ക് ഇതിനകത്ത് എത്ര കൺട്രോൾ ഉണ്ട് അല്ലേ? കൺട്രോളിനുള്ള അസറ്റ് എന്താണ്? ഐ എം ഗെറ്റിംഗ് അനദർ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഇൻ ദ ബിസിനസ്. ബിസിനസ് ട്രാൻസ്ഫറാണ് സംഭവിക്കുന്നത്. Right. സോ അവിടെയാണ് ഞാൻ എപ്പോഴും പറയും, നിങ്ങളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ യു ആർ ആക്ച്വലി ഹോൾഡിംഗ് ദ ബിസിനസ് ത്രൂ എൻ ഇക്വിറ്റി ഷെയർ. Right. That equity share is a control in the business. That share you can move from one person to another person to another person to another person. So നമ്മുടെ ലിസ്റ്റഡ് കമ്പനികളൊക്കെ നമ്മൾ ഷെയർ ആണ് ഓൺ ചെയ്യുന്നത്. അതെ. വിത്ത് ദാറ്റ് യു കൺട്രോൾ എ ബിസിനസ്. Right. അപ്പോൾ അവിടെ വില്ലിനെക്കാട്ടും യു ഷുഡ് ആക്ച്വലി കൺസിഡർ ടു ഹാവ് എ പുട്ട് എ മെക്കാനിസം ടു ഹാവ് എ സക്സഷൻ പ്ലാൻ, എ ബിസിനസ് സക്സഷൻ പ്ലാൻ വിച്ച് ഇസ് ഇൻ ദ ഫോം ഓഫ് എ കൺട്രോൾ, ഫിനാൻഷ്യൽ കൺട്രോൾസ്, മാനേജ്മെൻറ്റ് കൺട്രോൾ, ബോർഡ് കൺട്രോൾ. ഇറ്റ്സ് എ വൈഡ് ടോപ്പിക്. Wow. ഇപ്പൊ ബിസിനസിനെ കുറിച്ച് തന്നെ സംസാരിക്കേണ്ടി Yeah, വരും. yeah, Because that- different businesses yeah. have different Yeah, requirements. requirement. It won't fit in your model. Will won't work. ശരിക്കും പറഞ്ഞാൽ വില്ലിനെ കൂടുതലും റിയൽ എസ്റ്റേറ്റ് അസറ്റുകളാണ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത് വില്ലിൽ ഏറ്റവും കൂടുതൽ. പക്ഷേങ്കിൽ ബിസിനസ് അസറ്റ്സിനെ വന്നിട്ട് നമുക്ക് പ്രാക്ടിക്കലി വൺ ബിസിനസ് ഇമാജിൻ ഞാൻ പുട്ടിൻ ദിസ് വേ. ബിസിനസ്സിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? കസ്റ്റമർ ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്, കുറേ ഫർണിച്ചേഴ്സ് ഉണ്ട്, അല്ലെ പ്ലാന്റ് ഉണ്ട്, ഫാക്ടറി ഉണ്ട്, Land ഉണ്ട്. സ്റ്റോക്ക് ഉണ്ട്. അസ്യൂം വൺ സഡൻ മോർണിംഗ് എ പ്രൊമോട്ടർ ദ ഓണ്ടർപ്രണർ ഇസ് പാസ്ഡ് അവേ. Okay. Imagine he passed away. Who will run the show? Right. The big question, no? Who will run the show? വൈഫ് ചിലപ്പം ബിസിനസ്സിൽ ഇൻവോൾവ് ആവണമെന്നില്ല അല്ലേ? മക്കൾക്ക് ചിലപ്പം അതിനുള്ള കോമ്പിറ്റൻസി ഉണ്ടാവണമെന്നില്ല, ചിലപ്പം മൈനർ ആയിരിക്കാം. ഇവർക്ക് ഈ സ്റ്റോക്ക് എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല, ഈ പ്ലാന്റ് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല, എംപ്ലോയീസിനെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല, കസ്റ്റമറെ ഇവർക്ക് പരിചയം കൂടി ഉണ്ടാവില്ല, ഇവർ ആരുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങുന്നത് ഇവർക്ക് ധാരണ ഉണ്ടാവില്ല. Vendors അറിയില്ല. ഇതെല്ലാം ഉള്ളത് ഒരാളെന്ന് പറയുന്നത് ഈ ഓണറാണ്. ഇദ്ദേഹമായിരിക്കും ഇപ്പോഴും ഈ ഷോ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫണി പാർട്ട്, ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഫണി പാർട്ട്, കേരളത്തിൽ 500 കോടി ടേൺ ഓവറുള്ള ഒരു കമ്പനിയുടെ മൊത്തം ലിസ്റ്റ്. അതിൽ താഴെ ഒരുപാടുണ്ടാവും. ഞാനൊരു ഫാക്ട്സ് വെച്ച് പറയുകയാണെങ്കിൽ 500 കോടി ടേൺ ഓവറുള്ള കമ്പനികൾ ആകെ ഒരു 100 ഉള്ള 100 കമ്പനികൾ മാത്രമേ ഉള്ളൂ. Okay. മൊത്തം 500 കോടി ടേൺ ഓവറിൻ്റെ മുകളിലുള്ള ആൾക്കാർ. അതിൽ 20ഓളം കമ്പനികൾ ലിസ്റ്റഡ് കമ്പനിയും ഗവൺമെൻറ് കമ്പനികളാണ്. Okay. ബാക്കി 80 കമ്പനികളാണ് ഉണ്ടെങ്കിൽ അതിൽ 68 കമ്പനികളുടെയും പ്രൊമോട്ടേഴ്സ് ഉണ്ടാവില്ലേ, അതായത് ഓണർ, ചെയർമാൻ, MD, ഇവരുടെ എല്ലാം ഏജ് എബോവ് 60 ആണ്. കേരളത്തിൽ എല്ലാവരും എബോവ് 60 ആണ്. And ഇവരുടെയൊക്കെ എത്ര പേരുടെ സക്സഷൻ പ്ലാനിങ് നടന്നിട്ടുണ്ടെന്ന് I had no idea. സോ ഞാൻ ഇവരെല്ലാവരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് റഫ്ലി ഒരു 1980s-ലും 1990s-ലാണ്. കാരണം റെവല്യൂഷൻ ഓർ ലിബറലൈസേഷൻ, ദ ഫോറിൻ ട്രേഡ് പോളിസി, എക്കണോമിക് ഡെവലപ്മെൻറ്റ്, എവറിത്തിങ്സ് ഹാപ്പൻ ഫ്രം 1990s. അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ കാണുന്ന എല്ലാ ബ്രാൻഡിൻ്റെയും സെലിബ്രേഷൻ 25 years, 35 years, 40 years എന്ന് കാണുന്നത്. ബിക്കോസ് ഓഫ് ദാറ്റ് യു വോണ്ട് ഫൈൻഡ് എ 100 years old company in Kerala, no? Rare. Very rare. I don't know. വെരി റയർ. ഓക്കെ. അപ്പോൾ എല്ലാവരും ആ 1990s തുടങ്ങിയത്, അന്ന് അവരുടെ 30 വയസ്സിൽ തുടങ്ങിയ കമ്പനിക്ക് 35 വയസ്സാകുമ്പോൾ ഇവർക്കൊക്കെ 65 വയസ്സാണ്. God, this is a vast subject. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റിൻ്റെ ഓരോരോ പോർഷൻസ് നമ്മൾ ഓരോരോ സബ് കോണ്ടെക്സ്റ്റ് എടുത്ത് നമ്മൾ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹോൾ ഡേ അഫെയർ. ഇതൊരു അവയർനെസ് ഡ്രിവൻ കോൺവെർസേഷനാണ്. നമ്മുടെ ഒബ്ജക്റ്റീവ് വാസ് ടു ടോക്ക് അബൌട്ട് വിൽസ്, പ്രോപ്പർട്ടി റൈറ്റ്സ്, അസറ്റ് മാനേജ്മെൻറ്റ്. അതിനേക്കാളും സക്സഷൻ പ്ലാനിങ്ങിനെ കുറിച്ച് ഒരു അവയർനെസ് ഇനിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ കോൺവെർസേഷൻ്റെ ഒബ്ജക്റ്റീവ്. പക്ഷേ എനിക്കറിയാം നിങ്ങൾക്കൊക്കെ കുറേ സംശയങ്ങൾ കാണും. അത് കമൻറ്റ് ബോക്സിലിടാതെ നിങ്ങൾ ട്രൂ ലെഗസിയുടെ വെബ്സൈറ്റിലേക്ക് പോവുക, അവിടെ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ ക്വയറീസ് എല്ലാം ഇടാം. അതല്ലാതെ അവിടെ ഒരു വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലീഗൽ എയർ ആരാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യാം. So please go to the website, and any other information or a piece of advice that you would like to share with all our viewers, because പലർക്കും പലതരത്തിലുള്ള queries ആയിരിക്കും. But generally if you speak, if there is one advice that you would like to give all people, what would you say? I'll tell you, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ്. It's a request. Okay. One thing it is only, you should definitely have a succession plan. അതൊരു വില്ലാണോ, ട്രസ്റ്റ് ആണോ, അല്ലെങ്കിൽ ഫാമിലി ഓഫീസാണോ, ഇറ്റ്സ് ഓൾ ഡിഫറെൻറ്റ് ടോപ്പിക്. കാരണം ഓരോരുത്തർക്കും മാറും. പക്ഷേ ഉറപ്പായിട്ടും എല്ലാവരും ലൈഫിൽ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യു ഷുഡ് ഹാവ് എ സക്സഷൻ. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നത്, നമുക്ക് ശേഷം നമ്മുടെ ഫാമിലി ഇതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് തന്നെ ധാരണയില്ല. Then imagine the situation of family.
അല്ല, നമുക്ക് തന്നെ ധാരണയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. Right. So, നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമ്മളിത് ചെയ്യും. നമുക്കിത് ചെയ്യുമ്പോൾ സമയത്ത് തന്നെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ ഡിലേ ചെയ്തുകൊണ്ടു. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാരിറ്റി നമുക്കില്ല. അപ്പോൾ ക്ലാരിറ്റി കിട്ടാനാണ് നമ്മളെപ്പോലത്തെ കൺസൾട്ടന്മാർക്ക് ചിലപ്പോൾ അവർക്ക് ആവശ്യം. കാരണം ഈ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് അവർ ചെയ്യാത്തത്, മടിച്ച് നിൽക്കുന്നത്. സോ അതുപോലത്തെ സിറ്റുവേഷനിലൊക്കെ വന്നിട്ട് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും, ആ ക്ലാരിറ്റി ഒഴിവാക്കി കൊടുക്കാൻ. ഓക്കെ, അപ്പം എൻ്റെ ഒരു സിമ്പിളായിട്ട് പറയുന്നത്, എവ്രി വൺ ഷുഡ് മാൻഡേറ്ററിലി ഹാവ് എ സക്സഷൻ പ്ലാൻ. ലാസ്റ്റ് ടൈം നമ്മൾ പറഞ്ഞതുപോലെ ഫാദർ ഈസ് എ കൾപ്രിറ്റ്. അപ്പം നമ്മൾ ഈ സക്സഷൻ ചെയ്യാതെ പോകുന്ന സമയത്ത് it's a big financial crime against the family. Absolutely. And thank you so much for sharing these valuable inputs. പലവർക്കും ഒത്തിരി പ്രയോജനപ്പെടുന്ന കാര്യമാണ്. So I request all of you to please watch it fully. Please watch the previous video as well. അപ്ഡേറ്റ്സ് മാത്രമേ ഉള്ളൂ, പക്ഷെ അതിനകത്ത് നമ്മൾ വിൽസും ട്രസ്റ്റിനെ കുറിച്ചൊക്കെ വളരെയധികം ഡീറ്റെയിലിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് അത്. അപ്പോൾ അത് തീർച്ചയായിട്ടും കാണാം. ഇതും രണ്ടും കാണണം for a comprehensive idea, and do share the video with as many friends and family as you can. Thank you so much, CA Srijit Kunil. I really appreciate your time and sharing your valuable experience. Thank you so much. Thank you.